ഇതൊരു തൗഫീഖാണ്. ഈ തൗഫീഖ് എല്ലാവർക്കും ഇല്ല. ഇങ്ങനെയുള്ള മജ്‌ലിസുകളിൽ ഒത്തുകൂടുക, പള്ളിയിലെ കാര്യങ്ങളിലേക്ക് സഹകരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി ഒത്താശ ചെയ്യുക, അവിടെ സംബന്ധിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നത് അത് എല്ലാവർക്കും അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുക്കുന്ന വിഷയമല്ല. പലർക്കും ഇവിടെ എത്തണമെന്ന് വലിയ ആശ ഉണ്ടാവും. പലർക്കും ഇവിടെ എത്തണമെന്ന് ആശ ഉണ്ടാവും. പക്ഷേ ആശ മാത്രം പോരാ, നല്ലോണം കൊടുക്കണമെന്ന് പലരുടെ കയ്യിലും കാശുണ്ടാവും. പക്ഷേ കാശ് മാത്രം പോരാ, ഉണ്ടായാ പോരാ. കാശിനേക്കാളും പിന്നെ, ആശയേക്കാളും പിന്നെ, ആരോഗ്യത്തെക്കാളും പിന്നെ ആദ്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ആ തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നില്ല. ഇല്ല, തൗഫീഖ് ലഭിച്ചവരാണെങ്കിൽ അവർ ഏത് ഓണം കേറാമൂലയിൽ താമസിക്കുന്നവരായാലും ഒരു മെസ്സേജ് കണ്ടാ പാഞ്ഞു വരും. തൗഫീഖ് കിട്ടിയാ പിന്നെ അങ്ങനെയാണ്. ഇനി തൗഫീഖ് ഇല്ലാത്തവരാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ കാണാൻ, നല്ല കാര്യത്തിൽ സംബന്ധിക്കാൻ, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ തൗഫീഖ് അല്ലാഹു കൊടുക്കാത്ത മനുഷ്യരാണെങ്കിൽ അവന് നീ റോപ്പിട്ടിട്ട് വലിച്ചാലും അവൻ വന്നിട്ട് ഇടകുത്തിരിക്കല. കാരണം അവന് തൗഫീഖ് ഇല്ല. അതാ കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. ആ തൗഫീഖ് ലഭിക്കപ്പെട്ട ഭാഗ്യവന്മാരാണ് നിങ്ങൾ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മരണം വരെ നല്ല കാര്യങ്ങൾക്കുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. സ്വർഗ്ഗത്തിന്റെ മജ്‌ലിസാണ്. അത് ഭംഗന്തരേണയുള്ള വാക്കല്ല. അത് നിങ്ങൾ ആ സ്റ്റോളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സോപ്പിടാൻ വേണ്ടി പറയുന്ന ഡയലോഗ് അല്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട്, വയൽ കഴിഞ്ഞിട്ട്, നബി തങ്ങളെ പ്രഭാഷണം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ അലിയാർ തങ്ങളെ എന്തേ ലേറ്റായത്? എപ്പോഴും വരുന്ന സമയത്തല്ല, ലോകം 2:40 2:40 കിതാബിലില്ല. നീ നാളെ ചർച്ചാക്കാൻ നിൽക്കണ്ട, അത് ബുഖാരിയിലൊന്നും കാണുന്നില്ലല്ലേ. ഞാൻ തിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറച്ച് അളക്കിച്ച് ചെല്ലുന്നു മാത്രം. പിന്നെ കുറെ ആയത്ത് ഹദീസോതൊന്നുമില്ലല്ലോ ഉസ്താദ്. തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ കുറെ തൊണ്ട കീറണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാലൻ ഫോർ എക്സാമ്പിൾ ഉദാഹരണം 2:40 സാധാരണ 2 മണിക്കാണ് നിങ്ങൾ എത്തുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നെന്തേ വൈകി, ഇന്നെന്തേ ലേറ്റായി എന്ന് ചോദിച്ചപ്പോ മഹാനരായ അലിയാർ തങ്ങൾ പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമ, ഇന്ന് ഞാൻ വന്നെത്താൻ ലേറ്റായത് ഞാൻ എപ്പോഴത്തെ പോലെ മദീനത്തുനിന്ന് വന്നതല്ല, എപ്പോഴും വരും പോലെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നതല്ല, സാധാരണ വരും പോലെ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വന്നതല്ല. ഇന്ന് ഞാൻ വന്നത് സ്വർഗത്തിന്റെ തോപ്പിൽ നിന്നിട്ടാണ്. അതുകൊണ്ടാണ് മോളെ വൈകിയത് എന്ന് പറഞ്ഞ നേരം ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്താണ് ഈ നിങ്ങൾ ഈ പറയുന്നത്? ഭൂമിയിൽ സ്വർഗമോ, ഭൂമിയിൽ സ്വർഗമോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അലിയാർ തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, പ്രിയപ്പെട്ടവണ് മുസ്തഫായ നബി തങ്ങളെ ക്ലാസ് അവിടെ നടക്കുകയാണ് മദീനത്തെ പള്ളിയില്. ആയത്തുകളും ഹദീസുകളും ഉപദേശങ്ങളും എല്ലാം പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ഈമാനും ഇസ്ലാമും സ്വർഗവും നരകവും പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങളെ ക്ലാസ് നടക്കുന്നു അവിടെ, വഅദ് നടക്കുന്നു അവിടെ, ഉപദേശം നൽകുന്നു അവിടെ. ആ മജ്‌ലിസിൽ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. ആയിരിക്കുന്ന നേരത്ത്, ആയിരിക്കുന്ന മജ്‌ലിസിനെ സംബന്ധിച്ച്, ആ പറയപ്പെടുന്ന മജ്‌ലിസിനെ സംബന്ധിച്ച്, ആ ഒത്തുകൂടിയ ജനങ്ങളുള്ള ആ സദസ്സിനെ സംബന്ധിച്ച്, ഇൽമ കേൾക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള ഒരുക്കപ്പെട്ട ആ മജ്‌ലിസിനെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്തറിയോ? ഇത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്. അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നു, സ്വർഗത്തിന്റെ അനുഭൂതി അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നു, മാലാഖമാർ ഇറങ്ങുന്നു, ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്നു. മാത്രമല്ല ഈ 1 മണിക്കൂറിന്റെ ഇരുത്തമില്ല, ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങള്,
പോലെ കേൾക്കണം, നല്ല പോലെ കേൾക്കണം, നല്ല പോലെ കേൾക്കണോ. അവിടെ ഇരുന്നിട്ട് നിങ്ങളെ സ്വന്തം കാര്യം ഇപ്പം ഉണ്ടാകയ്യ. ചാവുടിച്ചിനെ കറിയെന്ത് മന്തിയാ കുന്തമാ എന്നൊന്നും ഇപ്പൊ കേൾക്കാൻ കഴിയാ. പിന്നെ കേൾക്കണോ, അതൊന്നും കേൾക്കണം. നിങ്ങളെ ദമ്മ് പിടിച്ചിട്ട് ആരും ഇരിക്കുകയും വേണ്ട. കുറച്ച് ഫ്രീ മൈൻഡിൽ ഇരുന്നിട്ട് നല്ല റിലാക്സ് ആയിട്ട് വലിയ സുഖൂരെല്ലാം കേട്ടിട്ട് എങ്ങനെ BP എല്ലാം ഡൗൺ ആയിന റാഹത്തല്ലേ അൽഹംദുലില്ലാ എല്ലാം പ്രപ്പറെല്ലാം വിഷയമെല്ലാം വേണോ. പക്ഷെ ഇത് വന്നിട്ട് ഇരുന്നിട്ട് അതെന്നെ പഞ്ചാധികാരി പിന്നെ കൂടെ വരണം. ഇത് അളിയൻ ഗൾഫിലേക്ക് പോയതും പിന്നെ ഒരളിയന് ഗുളികം കയറിയതും ഇനെന്റെ മുണ്ടാനാണ് ഇവിടെ വരുന്നതെങ്കിൽ പിന്നെ വയലിന് വരുന്ന അറബി വലിയുള്ളാന്റെ സിയാർത്തിന് പോന്നതിന് ഇപ്പത് പൊട്ടിയാലേ എന്റെ വയലേത് കൊണ്ടല്ല. ഞങ്ങൾ കല്ലുവല്ലി നമ്മള് വിട്. ഇത് മുബാറക്കായ മജ്ലിസാണ്, ഇത് മുഅ്മിനീങ്ങളെ മജ്ലിസാണ്, മുഅ്മിനീങ്ങളെ മജ്ലിസ് മുസ്തജാബു ദഅവയായ മജ്ലിസാണ്. അവിടെ അറ്റ്ലിസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് കടിമപക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും വലിയുണ്ട്. അല്ലാഹുവിന്റെ വലിയ നിങ്ങളെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവിടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഇത് നിസ്സാരമാക്കേണ്ട പരിപാടിയല്ല. നമുക്ക് പിന്നെ എല്ലാ നിസ്കാരം ഒരു മാമൂല് നടക്കട്ടെ. 4-5 നാളായി, 5-6 പോട്ടൂന്നു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായി, ഈ കൊല്ലവും പോട്ടേന്ന് ഇൻഷാ അല്ലാഹ് വല്ല പിന്നെയും നിങ്ങളെ വിഷയമല്ല ബേജാറാണ്ട. നിങ്ങൾ ആ നിലക്ക് ചിന്തിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ. ഇനി ഞാൻ ഇഷ്ടമില്ല നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ വരുന്നാട്ട് വിളിച്ചില്ലെങ്കിലായി. ഇനി വലിയ കടിപിടിയൊന്നും ഇല്ല. അല്ല, അങ്ങനെ ഒരു മാമൂലായിട്ട് സിമ്പിളായിട്ട് നെവർ മൈൻഡ് ആയിട്ട് കാണേണ്ടതല്ല. ദീനിന്റെ അമല, ദീനിന്റെ ആചാരം, ദീനിന്റെ നിലപാട്, ദീനിന്റെ ആദർശം, ദീനിന്റെ കാര്യങ്ങള് അത് അല്ലാഹുവിന്റെ നിയമമാണ്. അത് അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമം, ആ ശറഅ്, ആ കാര്യം അത് എല്ലാവർക്കും ബാധകമാണ്. തങ്ങന്മാരായാലും ആലിമീങ്ങളായാലും ഔലിയാക്കന്മാരായാലും രാഷ്ട്രീയക്കാരായാലും നേതാക്കളായാലും എന്നെ പോത്ത മൗലവിമാരായാലും ഹാഫിളീങ്ങളായാലും മുദരിസീങ്ങളായാലും ദീനിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ. പാവപ്പെട്ടവനൊന്ന് പൈസക്കാരനൊന്ന് എന്ന വിഷയമില്ല, എന്ന വ്യത്യാസമില്ല. തങ്ങന്മാർക്കൊന്ന് മൗലമാർക്കൊന്ന് എന്ന വിഷയമില്ല. നാടന്മാർ പാമര ജനങ്ങൾക്ക് എന്നൊരു വിഷയമില്ല. ഇത് നമ്മളുടെ അങ്ങനെ, നമ്മളുടെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പാപത്തിന്റെ പേരിൽ മംഗളത്തിന്റെ യാ റഹ്മാനെ ചെണ്ട മുട്ടണ്ട, സ്റ്റീലിന്റെ പാത്രം മുട്ടിയെങ്കിൽ മതി. ജമാഅത്ത് പുറത്ത് തിരിഞ്ഞു ഒരു പാപത്തിന്റെ ഒരു മനുഷ്യൻ നമ്മളെ പോലത്തെ ഒരു പാപം ഓനെങ്ങാനും മംഗളത്തിന്റെ ചണ്ട മുട്ടണ്ട. ആ ബിരിയാണി വെക്കാൻ വേണ്ടി വന്ന സ്റ്റീലിന്റെ പാത്രമില്ലേ, അതെന്നെ അറിയാണ്ട് അപ്പുറം മുട്ടിയെങ്കിൽ മതി. ജമാഅത്ത് അതേ സമയത്ത് ഒരു പൈസക്കാരൻ മുട്ടില്ല, എല്ലാരും ഉണ്ടാണ്ടിരിക്കും. പ്രസിഡന്റ്, ഖജാൻജി, കമ്മിറ്റി, ഉസ്താദ്, തങ്ങ, ഞാന് ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ചിരിച്ചങ്ങ് പോവും, കരഞ്ഞു പോവും, പയ്യ പോകുമ്പോ കല്ലെറിഞ്ഞാലും ആവും. അല്ല വിഷയം. ദീനിന്റെ നിയമം അത് എല്ലാവർക്കും ഒരുപോലെ. അവിടെ പാവപ്പെട്ടവന് പണക്കാരൻ എന്ന വ്യത്യാസമില്ല, തങ്ങള് ഔലിയ എന്ന വ്യത്യാസമില്ല, ഉസ്താദ് ആലിമ എന്ന വ്യത്യാസമില്ല, മലയാളി ബംഗാളി എന്ന വ്യത്യാസമില്ല. അത് അല്ലാഹുവിന്റെ ദീനാണ്, അത് അല്ലാഹുവിന്റെ നിയമമാണ്, അത് ഈ ഉമ്മത്തിനുള്ള നിയമമാണ്, അത് ആഖിറം രക്ഷപ്പെടാനുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാര്, ഇവിടെ അങ്ങനെ ഒരു നെവർ മൈൻഡ് ആയിട്ട് കാണണ്ട, ഒരു മാമൂൽ ആചാരമായിട്ട് കാണണ്ട, ഇതൊരു സിമ്പിളായിട്ടുള്ള പരിപാടിയായി കാണണ്ട. ഇവിടെയുള്ള ഈ ഇരുത്തമില്ലേ, മുസ്തഫായ റസൂലുള്ളാഹി പറയുകയാണ്, 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്ക കൂലിയുള്ള അമലാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം കേട്ടോ. തീരോടത്തോളം സെറ്റായിക്കൊണ്ടിരുന്ന വേല ഈ ഇരുത്തമില്ലേ. ഇത് ഫുട്ബോൾ മാച്ചിന്റെ ഇരുത്തല്ല. ഇത് ഗടി 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 എണീക്കാനും പോവാനും വരാനും വിഷയാക്കാനും നോക്കി വേണം കുറച്ച് കഴിയുമ്പോ. ഇപ്പല്ല, ഒരു 5 മിനിറ്റ് കയ്യട്ട് 1-2 ആളാണ് ഇങ്ങനെ മെല്ലെ നടന്നു നിൽക്കും. ഹലോ 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 കേൾക്കുന്നില്ല, വരുന്നു കേക്കൊരു ഫോണെ വന്നിട്ട്
ഇത് ഇവിടുന്ന് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പോവാൻ വേണ്ടിയിട്ടുള്ള കളി. ആയിക്കോട്ടെ, നീ പോ. പക്ഷേ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് മലായിക്കത്ത് നിങ്ങളെ ഇടയിൽ നിന്ന് കളവ് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് നീ നരകത്തിന്റെ ഭാഗത്തേക്ക് പോണ്ട. നേരെ പോ. ആരെയും കെട്ടിയിടുന്നില്ലല്ലോ. ഇന്ന് സുബഹി മുതൽ 8-9 മണി വരെ ഞാനും നിങ്ങളും അല്ലാഹുവിന് വേണ്ടി ദുനിയാവിന് വേണ്ടി പാഞ്ഞവരാണ്. മക്കൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടിയവരാണ്. ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി പറക്കം പാഞ്ഞവരാണ്. മരുന്ന് കുടിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയവരാണ്. പാടത്തും പറമ്പത്തും പണിയെടുക്കാൻ വേണ്ടി സമയം വിനിയോഗിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ ഈ നാളിന്റെ ഈ ഒരു 1.5 മണിക്കൂർ ഇത് അല്ലാഹുവിനോട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ചോദ്യമുണ്ട്. നിന്റെ സമയം നീ എന്തിനു ചെലവഴിച്ചു എന്ന്, നിന്റെ യുവത്വം നീ എന്തിനു ചെലവഴിച്ചുവെന്ന്, നിന്റെ വിലപ്പെട്ട ആയുസ്, അല്ലാഹു തന്ന ആയുസ് അത് പരിമിതമാണ്, വളരെ കുറവാണല്ലോ. പണ്ട് കാലത്തുള്ള ജനങ്ങൾക്ക് നബിമാർക്ക് അവരുടെ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹു കൊടുത്തതുപോലെ 1000-ഓ 5000-ഓ അല്ലെങ്കിൽ 300-ഓ 400-ഓ 2000-ഓ കൊല്ലത്തെ ആയുസ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നേരെ ഞാൻ ഈ കണ്ണ് ചിമ്മിറ്റ് പോയത് പറയലില്ല. ഞാനത് കുറെ നോക്കി, അങ്ങനെ നോക്കി ഞാൻ, പക്ഷെ അതാന്നില്ല. അതുകൊണ്ട് കണ്ണെപ്പോഴും ഓപ്പൺ ആണ്. ഈ ഓപ്പൺ ആയിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ എതിരിൽ മുണ്ടൊന്ന് വിഷയാക്കുന്നാകുമ്പോ എനക്കൊരു വിശ്വാസം പോലെ സംഗതി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങൾ ചെറുതാക്കുന്നല്ല, നിങ്ങൾക്ക് ബേജാറങ്ങ് പൊരുത്തപ്പെടണോ. എന്നാലും നിങ്ങൾ മുണ്ടിക്കൊണ്ടേയിരിക്കുമ്പോ, നിങ്ങൾ വിഷയായിക്കൊണ്ടേയിരിക്കുമ്പോ, നിങ്ങൾ പോന്നോ വരുന്നതായിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും മനസ്സിലായിട്ടേ. അങ്ങനത്തെ ഒരു തോന്നല് ചിലപ്പോ അങ്ങനെ ഉണ്ടാവല്ലേ. എന്റെ തോന്നല്, അതിന്റെ പേരാണ് വസ്വാസ്. അത് നല്ലതല്ല. വസ്വാസ് മിന ശൈത്താൻ, അത് പൈശാചിക രോഗം. നമുക്ക് വേറെ വിശ്വാസമൊന്നുമില്ല. അള്ളാന്റെ തൗഫീഖിൽ നിസ്കരിക്കുമ്പോ, നോമ്പ് ഒന്നെടുക്കുമ്പോ ഒന്നുമില്ല. ഇത് ഈ പ്രസംഗിക്കാൻ നിന്നിട്ടാകുമ്പോ ഇപ്പൊ തുടങ്ങിയത് എന്തെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് മലക്കം പറഞ്ഞെങ്കിൽ മോശമില്ല, ആകാശത്തായ വീട്ടിൽ നിങ്ങൾ കാള് കുത്താക്കിയെങ്കിൽ മോശമില്ല. നിങ്ങൾ സബർ എടുക്കണം തന്നെ, മുണ്ടാണ്ടിരിക്കണം തന്നെ. അതിന്റെ അർത്ഥം സംഘാടകർ ആവശ്യത്തിന് മുണ്ടാണ്ടെന്നല്ല, വേണ്ടപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് പോണ്ടെന്നല്ല. പോയിക്കൊണ്ടും വന്നോണ്ടും ഇരിക്കണ്ട, മുണ്ടിക്കൊണ്ടേ ഇരിക്കണ്ട. കാരണം ഇത് സ്വർഗത്തിന്റെ തൊപ്പ്. അദബ് മസ്റ്റ്. ഇബാദത്ത് കുറഞ്ഞാലും അല്ലാഹുവിന് പരാതിയില്ല. ഇബാദത്തിന്റെ വണ്ണവും വലിപ്പവും ദിക്റിന്റെയും സലാത്തിന്റെയും എണ്ണവും കൂട്ടവും കൂട്ടിയിട്ട് അത് അല്ലാഹുവിന്റെ അടുക്ക കുറെ കെട്ടും ചാക്കും കൊണ്ടാണോ അല്ലാഹുവിന് നിർബന്ധമില്ല. അല്ലാഹു അത് ഞങ്ങൾക്ക് പരിമിതമാക്കി തന്നിട്ടുണ്ട്. 5 നേരം നിസ്കാരം, പിന്നെ കുറച്ച് സുന്നത്ത്, പിന്നെ റമദാനിന്റെ ഫർള്, പിന്നെ കുറച്ച് സുന്നത്ത്, പിന്നെ അത്യാവശ്യം കുറച്ച് ദിക്ർ തസ്ബീഹ്. ഇതൊക്കെ ഇന്ന മട്ടം പോലെ ചെയ്തിട്ട്, ഇതൊക്കെ ഇന്ന ചേല് പോലെ ചെയ്തിട്ട് പിന്നെ നിന്റെ ജീവിതത്തിൽ വേണ്ടത് ധാരാളം അദബാണ്, ബഹുമാനമാണ്. ദീനിന്റെ ശിആറുകളോട്, പള്ളികളോട്, മദ്രസകളോട്, ആലിമീങ്ങളോട്, മഹാന്മാരോട്, മഖബറകളോട്, ഇൽമിന്റെ മജ്ലിസുകളോട്, വലിയവരോട്, പ്രായമുള്ളവരോട്, ജന്മം നൽകിയ ഉമ്മയോട്, ബാപ്പയോട് നല്ലോണം വേണം അദബ്. അദബില്ലാതെ പോയാൽ അൻതഹ്ബത അമാലുഹും അൻതഹ്ബത അമാലുകും വഅൻതും ലാ തശഉറൂൻ. നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്ത സകലമായ ഇബാദത്തുകളും അമലുകളും അല്ലാഹു പൊളിച്ചു കളയും കേട്ടോ. അത് ബാത്തിലായി പോകും കേട്ടോ, അത് നിഷ്ഫലമായി പോകും കേട്ടോ. അതുകൊണ്ട് നല്ലോണം അദബ് വേണോ, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യങ്ങളോട്. ഇത് ദീനിന്റെ ശിആറാണ്. ഇത് ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നിശാനാണ്, അടയാളമാണ്. ഇതിനെ ബഹുമാനിക്കൽ തഖ്വയാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദീനിന്റെ ശറഇന്റെ പിന്നെ ശറാഇകള്, ദീനിന്റെ അടയാളങ്ങള്, ദീനിന്റെ ആചാരങ്ങള്, ദീനിന്റെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കള് ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് അത് ഈമാനാണ്, തഖ്വയാണ്. തഖ്വ 2 തരമാണ്. തഖ്വൽ ഖുലൂബ് വ തഖ്വൽ ഖാലിബ്. ഹൃദയത്തിന്റെ തഖ്വ, തടി കൊണ്ടുള്ള തഖ്വയാണ് ഇതെല്ലാം. നിങ്ങളെ ഇരുത്തോ, എന്റെ ഈ പറച്ചില്, നിസ്കാരം, ഓത്ത്, ബൈത്ത്, തസ്ബീഹ്, സദഖ, ഹജ്ജ്, ഉംറ, ഇതെല്ലാം തടി കൊണ്ടുള്ള തഖ്വ. തഖ്വൽ ഖാലിബ്,
മഹാന്മാർ വിശദീകരിച്ച. പക്ഷെ ബഹുമാനം, ആദരവ്, റെസ്പെക്ട്, കൾച്ചർ എന്നത് തഖ്വൽ ഖൽബ്, അത് മനസ്സിൽ നിന്നിട്ടാണ് വരുന്നത്. പുറമേക്ക് കുറെ അല്ലാഹു അക്ബർ അത് നന്നം വേണ്ട ചങ്ങായ, കുറച്ച് മതി. പക്ഷെ ആദരവ് ബഹുമാനം ഇല്ലേ? ഇത് വേണ്ടെന്നല്ല, തസ്ബീഹ് വേണ്ടെന്നല്ല, ദിക്ർ വേണ്ടെന്നല്ല, സ്വലാത്ത് വേണ്ടെന്നല്ല. പക്ഷെ ചില മനുഷ്യന്മാർക്ക് അതേ കാര്യം ഭയങ്കര നിസ്കാരം നിസ്കരിച്ച് ഓന്റെ നെറ്റിയിലുള്ള നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിലേ 4 ആൾക്ക് തുണി കഴുകുക, അത്ര വലിയുണ്ട്. പക്ഷെ വലിയവരെ അങ്ങനെ ബഹുമാനിക്കണമെന്ന് അവനറിയാം. വയസ്സന്മാരെ മുമ്പിൽ അങ്ങനെ നിൽക്കണമെന്ന് അവനറിയാം. തങ്ങന്മാരെയും കാളിമാരെയും ഉസ്താദുമാരെയും ആലിമീങ്ങളെ പറഞ്ഞാൽ കണക്കും കഴിയില്ല. ഇങ്ങനത്തെ മജ്ലിസിൽ വരുന്ന പോലെ വന്നിട്ടിരിക്കാനുള്ള ഭാഗ്യം ഓനല്ല കൊടുത്തിട്ടുമില്ല. നിസ്കാരത്തിന്റെ കല യാ റഹ്മാന് 4 ഡ്രം വെക്കാം. പക്ഷെ കാര്യമില്ല. നിസ്കാരത്തിന്റെ കലയെ പരിഹസിച്ചതല്ല. ഇതുപോലെ ഈമാനും ഇസ്ലാമും തഖ്വയും ഇല്ലാത്തവന്റെ കല കൊണ്ട്, അവന്റെ ഇബാദത്ത് കൊണ്ട് അല്ലാഹ്ക്ക് കാര്യമില്ല. നിന്റെ നിസ്കാരം ഒന്നും കിട്ടാണ്ട് അള്ളാന്റെ പെട്ടിയൊന്നും ലോ ആയിട്ടില്ല. നീ വിചാരിച്ചിനെ മാത്രം ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ, ഞാൻ വയല് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് വീക്കായി പോവും. നീ വിചാരിച്ചിനെ മാത്രം. അതിന്റെ ഒന്നും ആവശ്യം അള്ളാഹ്ക്കില്ല. അതൊക്കെ ഞങ്ങളെ നന്മക്കാണ്. അപ്പൊ ആദരവ്, ബഹുമാനം എന്നത് മസ്റ്റാണ്. ആവശ്യക്കാർക്ക് പോകാം, ആവശ്യക്കാർക്ക് നടക്കാം, ആവശ്യക്കാർക്ക് ഇരിക്കാം, ആവശ്യക്കാർക്ക് സംസാരിക്കാം. പ്രത്യേകിച്ച് വോളണ്ടിയർമാർ, അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. അവരുടെ അധ്വാനം, അവരുടെ സേവനം അല്ലാഹു കബൂലാക്കട്ടെ. അവരുടെ സേവനം അല്ലാഹു കബൂലാക്കട്ടെ. അതും അങ്ങനെ ഒരാൾ വേണ്ടിയെടുത്തുള്ള വോളണ്ടിയറും ഒരാൾ തന്നെ നിൽക്കണം. അവിടെ 3 ആൾ നിൽക്കണമെന്നില്ല. വോളണ്ടിയർമാർ കേൾക്കണമെന്തോ. ഏതായാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. അതിനിപ്പോ എന്താക്കുന്നു? ഉള്ളത് ചെല്ലുമ്പോ ഉമ്മാക്ക് തന്നെ ആന്നില്ല, പിന്നല്ലേ നിങ്ങൾക്ക്. എന്റെ ഉമ്മാക്ക് തന്നെ ഞാൻ ഉള്ളത് ചെല്ലും കാണില്ല. അത് എല്ലാരും ഉമ്മയും തന്നെ. പിന്നെ എല്ലാം ചെല്ലുന്നല്ല. നിങ്ങൾ കേട്ടോളണോ, അമീച്ച കേട്ടോളണോ, കുമ്പോൾക്കാർ കേട്ടോളണോ, ഞങ്ങളെ പൊന്നു പിരിശപ്പെട്ട വോളണ്ടിയർ ബാല്യക്കാർ കേട്ടോളണം ചെല്ലെങ്കിൽ അത് എന്റെ അത്യാഗ്രഹമാണ്. അത് നടക്കാൻ. എന്നാലും പറയണല്ലോ. ആവശ്യത്തിന്റെ വോളണ്ടിയർമാർ ആവശ്യമുള്ള സ്ഥലത്ത് നിൽക്കുക. ആ കമ്പൗണ്ടിന്റെ ഡോറിന്റെ നേരെ എതിർ നിന്നിട്ട് ഇങ്ങനെ വെച്ചാൽ കാക്കാൻ കഴിയാ. കുറച്ച് മാറി നിന്നിട്ട് വിഷയിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യത്തിന് മുണ്ടാം, ആവശ്യത്തിന് സംസാരിക്കാം. സംഘാടകർക്ക് അത് വേണ്ടി വരും. പക്ഷെ ഈടനെ മുണ്ടെങ്കിൽ ഈടെ തന്നെ കഴിയില്ല. ശരി, ഒക്കെ ഉണ്ടാലോ അരമണിക്കൂർ. ഇത്ര നേരം തൊണ്ട കീറിയത് അദബാണ്. ഞാൻ ജപ്പാൻകാരോട് വേല പറഞ്ഞതല്ല, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതല്ല. അദബ് എന്നത് മസ്റ്റ് എപ്പോഴും പള്ളികളോട്, മഹാന്മാരോട്, മജ്ലിസുകളോട്, ദിക്ർ ഔറാദുകളോട്, ആലിമീങ്ങളോട്, വലിയവരോട്, ദീനിന്റെ ശിആറുകളോട് ബഹുമാനം എന്നത് വലിയ കാര്യമാണ്. ഇന്നിപ്പോ അത് ഇല്ലാതെ പോയി. വർത്തമാന കാലഘട്ടത്തിൽ ഇല്ലാണ്ടാക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ബഹുമാനം. ഇപ്പൊ എന്ത് തങ്ങന്മാർ, ഇവിടെ തങ്ങളല്ലേ എന്തെല്ലാം മനുഷ്യന്മാർ പറയലുണ്ട്. തങ്ങന്മാര്, ആലിമീങ്ങൾ പറയുന്നതിന് കണക്കും കഴിയില്ല. വയസ്സന്മാർക്ക് വിലനില്ല, വയസ്സന്മാർക്ക് ബാലക്കാരോട് പിരിശവും ഇല്ല. പിന്നെ മാപ്പിളുടെ പേര് ചെലുത്തന്റെ ഓള് വിളിക്കുന്ന അബ്ബാസ്, കമാൺ ബിരിയാണി റെഡി. ആര് അബ്ബാസ്? സ്വബൈക്ക് തെങ്ങിന്റെ മുറന്ന് കളക്കാൻ വന്ന പയ്യനല്ല, മാപ്പിളിനെ വിളിക്കുന്നത്. ആ അബ്ബാസ് എന്നെ നോക്കും. ആര് ചെല്ലുന്ന ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞല്ലോ. ഉദാഹരണം ബഹുമാനം എന്നത് ഇല്ലാണ്ടായി. നമ്മളെ വിചാരം എന്താ അറിയോ? ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയില്, ഈ മണ്ണില് കാലാകാലം ഈ ഉപ്പിൽ വെച്ച ലെമൺ പുളി പോലെ, ലിംബപ്പുളി പോലെ, നാരങ്ങപ്പുളി പോലെ അങ്ങനെ ചുരുണ്ട് ബാക്കിയാവുന്ന ഇല്ല. കണ്ടില്ലേ ഓരോരോ മരണം? ഏതെല്ലാം കോലത്തിലെ മരണമാ, എങ്ങനെയുള്ള മരണമാ. മകളുടെ കല്യാണത്തിന് കൂടാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയ പാപ്പ, എന്നിട്ട് മകള് വന്നിട്ട് പാപ്പാനെ കൂട്ടിക്കൊണ്ടുപോന്നു. നാളെയാണ് മോളെ കല്യാണോ. പക്ഷേ പോകുന്ന വഴിക്ക് അപകടത്തിൽപ്പെട്ട് പാപ്പയും ആ പുതുനാട്ടി മോളും മരണപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പ്. ഇന്നലെ കണ്ടില്ലേ ഒരു വീട്ടിലെ 4 പേർ പെട്ടെന്ന് മുങ്ങി മരണപ്പെട്ടു. ഇന്നലെ ഏതാ ജുമാക്ക് വേണ്ടി കുളിച്ചൊരുങ്ങി ഡ്രസ്സിട്ട്, കമീസിട്ട്, ഷെട്ടും അത്തറെല്ലാം തേച്ചിട്ട് സന്തോഷത്തോടെ തന്റെ ബൈക്കിൽ പുറപ്പെട്ട ഉസ്താദ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു.
അയാള് കുളിക്കുന്ന സമയത്ത് കരുതിയിട്ടില്ല ഇതെന്റെ അവസാനത്തെ കുളിയാണെന്ന്. അയാള് യാത്ര പോകുമ്പോ കരുതിയിട്ടില്ല ഇതെന്റെ അവസാനത്തെ യാത്രയാണെന്ന്. ഇതാണ് ലോകം, ഇതാണ് ലോകം. എപ്പോഴാണ് മരണമാലാക വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഹാനായ അസ്റായീൽ കണ്ട ജിബ്രീലും ചെല്ലുമെങ്കിൽ എല്ലാവരും അലസ്സലാം ചെല്ലും. അസ്റായീൽ ചെല്ലുമ്പോ ആരും ചെല്ലുന്നില്ല. പേടിയാണെന്ന് തോന്നുന്നല്ലേ? പേടിയാണ്. ഉടനുണ്ടാവും ചിലപ്പോ, ഇടനുണ്ടാവും, നിങ്ങളെ വേക്കുന്നുണ്ടാവും. അസ്റായീൽ അല്ലാഹു ഞങ്ങളെ ആഖിബത്ത് സലാമത്താക്കട്ടെ. അപ്പൊ ആ മരണമെത്തുന്നതിന് മുമ്പ്, അസ്റായീൽ വരുന്നതിന് മുമ്പ് ഈ ചെറിയ ആയുസ് നൽകപ്പെട്ടുവല്ലോ നമുക്ക്. ആയുസ്, ആ ജീവിതം മധുരമുള്ളതാക്കണം, അത് നല്ല സമ്പുഷ്ടമാക്കണം, അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കണം, അത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം, അത് അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ഒരായുസാക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏകദേശം ഒരു 60-70 ആയുസ് അല്ലെ. ഈ ഉമ്മത്തിന്റെ പരമാവധി ഏജ് എങ്ങനെയാണ്? ഉമ്മത്തി മബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആഖിർ സമാനിന്റെ ഉമ്മത്താണ് എന്റെ ഉമ്മത്ത്. ഈ ലോകത്തിന്റെ അവസാനത്തെ ഉമ്മത്താണ് എന്റെ ഉമ്മത്ത്. എന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ ആയുസ് പരമാവധി 60-70 ആണ്. ഉമ്മത്തിന മുഹമ്മദ് 60 വ 70 സല്ലം. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലമായി രോഗമുള്ളവരുണ്ട്, പല രോഗങ്ങൾക്കും മരുന്ന് കുടിക്കുന്നവർ ഈ മജ്ലിസിലുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലുണ്ട്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞവരിലുമുള്ള എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ടെൻഷൻ, ബേജാറുകൾ, രോഗങ്ങൾ മരുന്നില്ലാതെ അല്ലാഹു മാറ്റി തരട്ടെ, ശിഫയാക്കി തരട്ടെ. അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ. പറഞ്ഞ ഇൽമ, കേട്ട ഇൽമ പറഞ്ഞ എനിക്കും കേട്ടവർക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. അമാറു ഉമ്മത്തിന മുഹമ്മദ് 60 വ 70 സല്ലം. വളരെ വളരെ ചുരുക്കമാണ്. ഞങ്ങൾ ആയുസ് വളരെ പണ്ട് കാലത്തുള്ള മനുഷ്യന്മാര്, പണ്ട് കാലത്തുള്ള മനുഷ്യന്മാർ 1000 കൊല്ലം, 2000 കൊല്ലം, 400 കൊല്ലം ജീവിച്ചു. ഞമ്മക്കത് കണി കാണാൻ പോലും ഇന്ന് 2025 ജനുവരി മാസം 18 അല്ലേ അങ്ങനെ ഡേറ്റ് മാറിയാ നാളെ ക്ലിപ്പ് വരും. ചില ക്ലിപ്പന്മാരുണ്ട്, അവർക്ക് ആയത്തും ഹദീസും ചരിത്രം ഒന്നും കാണുന്നില്ല. ഇങ്ങനത്തെ അടങ്ങ് തപ്പിയെങ്കിൽ ബെഞ്ചലോട് തെറ്റിട്ടില്ലല്ലേ? അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈർ. ഇന്നിപ്പോ കണക്കനുസരിച്ചിട്ടില്ലേ? ഇന്ന് ലോകത്ത് അങ്ങനത്തെ ഒരു കണക്കന്നെ, ഒരു അഭിപ്രായം ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ഒരാള് ബീഹാറിലുണ്ട്. 128 വയസ്സിന്റെ ഒരു പെണ്ണുങ്ങ. ഏകദേശം സനദ് മുത്തസിൽ ആണ് ലോകത്ത്. ഇന്ത്യയിൽ ഇന്നിപ്പോ ഏറ്റവും വലിയ ആയുസ്സുള്ളത് അതെല്ലാം കിട്ടിയ ഒരു ബൈ ചാൻസ് എന്ന് പറയാം. സാധാരണ മാക്സിമം 60-ന്റെയും 70-ന്റെയും ഇടയിൽ. അത് മുസ്തഫ നബി തങ്ങൾ പണ്ടേ പറഞ്ഞു. പഴയ കാലത്തുള്ള ജനങ്ങൾ അങ്ങനെയല്ല. 600 കൊല്ലം ജീവിച്ചവരുണ്ട്, 1000 കൊല്ലം ജീവിച്ചവരുണ്ട്, 2000 ചില്ലാനം വർഷം ജീവിച്ചവരുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്, മൂസാ നബിന്റെ കാലത്ത് ഒരു ക്ലബിന്റെ സെക്രട്ടറിയാ, മെമ്പറാ, 5 സ്റ്റാറിന്റെ 3 സ്റ്റാറിന്റെ എന്നറിയാലോ. ഒരു ബാല്യക്കാരൻ വന്നിട്ട് പറഞ്ഞോലോ, മൂസാ നബിയെ ദ്വാരക്കോണോ? തഫ്സീറിന്റെ കിതാബിലുണ്ട് ചരിത്രം. മൂസാ നബി ചോദിച്ചു, എന്തിനു ദ്വാരക്കണ്ടേ? ഒരു ചെറിയ പാലക്കാരൻ, അന്നത്തെ ഡിഗ്രിയാ PUC ഏതോ ആട്ട്. ഇനി നാളെ ചർച്ചയാക്കരുത് കേട്ടോ, അന്ന് ഡിഗ്രി PUC എല്ലാം ഉണ്ടാകുന്നല്ലോ. തിരിയാൻ വേണ്ടി ചെല്ലിയത് വലിയ ഏജില്ലാണ് ഒരാള്. അയാൾ വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ എനിക്ക് വേണ്ടി ദ്വാരക്കോണം. എന്തിന് കേട്ടു മൂസാ നബി? മൂസാ നബി പറഞ്ഞു, മൂസാ നബിയോട് അയാൾ പറഞ്ഞു, ദീർഘായുസിന് വേണ്ടി ദ്വാരക്കോണോ?
കുറെ കാലം ചന്തത്തിൽ അള്ളാഹ്ക്ക് ഭാഗത്തെടുത്തിട്ട് അള്ളാഹിനെ ചിന്തിച്ചിട്ട് ജീവിക്കണമെന്ന് വലിയ ആശയുണ്ട്. അതുകൊണ്ട് ദീർഘായുസിന് വേണ്ടി ദ്വാരക്കണോ. മൂസാ നബി രണ്ടാമത് കേട്ട് ഇപ്പൊ എത്ര വയസ്സായി? ദീർഘായുസിന് വേണ്ടി ദ്വാരക്ക. നിങ്ങൾ തിരിയുന്നല്ലേ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലല്ലേ? നിങ്ങൾ ഇടയ്ക്ക് തലയാട്ടോണെല്ലാം പോണാവോ? ഓക്കെ മനസ്സിലാന്ന്. നിങ്ങളല്ല, ആ കൂടെ ഇല്ലാത്തവർ, ഉള്ളവരല്ല, അല്ലാത്തവർ. വായി വളർന്നിട്ട് കേൾക്കുന്നത് യേശുദാസിന്റെ പാട്ടല്ല. മൂസാ നബി ചോദിച്ചു, അല്ല മോനെ, നിനക്ക് ദീർഘായുസിന് വേണ്ടി ദ്വാരക്ക. ഇപ്പൊ അപ്പൊ പാലക്കാരൻ പറഞ്ഞു, ഇല്ല തങ്ങളെ കുറവൊന്നുമില്ല, 350 ആണ്ട്. എത്ര 350. ആ മനുഷ്യന്റെ ദ്വാരന്നിട്ടാകുമ്പോ, മൂസാ നബി ദ്വാരന്നിട്ടാകുമ്പോ എത്ര കൊല്ലം പിന്നെ ജീവിച്ചിട്ടുണ്ടാവും? അപ്പൊ ഇന്നത്തെ കാലത്ത് 28 അന്നത്തെ കാലത്ത് 350. പക്ഷേ അത് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. പരിമിതമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബേജാറാണ്ട. അല്ലോ അവരെ പോലോ തായ് സല്ലതൊന്നില്ലല്ലോ. ആ നിലക്കുള്ള ദീർഘകാലമുള്ള ജീവിതം അല്ല വിധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് വലിയ നഷ്ടല്ലേ എന്നുള്ള ബേജാറ് കുമ്പോളുകാർക്ക് വേണ്ട, പരിസരക്കാർക്ക് വേണ്ട, എന്റെ വയല് കേൾക്കുന്ന ആണ് പെണ്ണുങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ട്? അവരുടെ 2000 കൊല്ലവും 3000 കൊല്ലവും ജീവിച്ചിട്ട് ചെയ്ത അമലുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാളേറെ കൂലി നിങ്ങളെ 60 ആണ്ടത്തെ ജീവിതത്തിൽ അല്ല തരുന്നുണ്ട്. അവർ 1000 കൊല്ലം പണിയെടുത്തിട്ട് കിട്ടിയ കൂലിയല്ല, നിങ്ങൾക്ക് 1 കൊല്ലം പണിയെടുത്തിട്ട് അല്ല തരുന്ന കൂലി. അതിന്റെ എത്രയോ ഇരട്ടിയാണ്. ഡബിൾ ഇരട്ടിയായി, ത്രിബിൾ ഇരട്ടിയായി, അങ്ങനെ നൽകുന്നു. ആയുസ് കുറഞ്ഞു എന്ന് മാത്രം, വേറെന്തിലും നിങ്ങൾ ബാക്കല്ല, വേറെ ഒന്നിലും നിങ്ങൾക്കല്ല കുറച്ചിട്ടില്ല. എല്ലാവരെക്കാളേറെയാണ് നിങ്ങൾക്ക് തന്നത്. എന്തുവാകട്ടെ, എന്ത് തന്നാലും കുറഞ്ഞ കാലമുള്ള ആയുസാണ്. അതിലേറ്റവും പക്വതയുള്ള, കുറച്ചൊക്കെ ഞങ്ങൾക്ക് ധൈര്യവും പ്രതീക്ഷയുമുള്ള, എല്ലാം കൊണ്ടും അല്ലാഹു തആലാക്ക് വഴിപ്പെടേണ്ട സമയമാണ് ഞങ്ങളെ യുവത്വകാലം, ഞങ്ങളെ യൗവനക. നല്ല പോലെ കേട്ടോ, ഞങ്ങളെ പെങ്ങന്മാർ കേട്ടോ, ബാല്യക്കാർ കേട്ടോ. ഞങ്ങളെ യുവത്വകാലം എന്നത് അത് വളരെ ബർക്കത്തുള്ള കാലമാണ്, പൊട്ടിത്തെറിച്ച കാലമാണ്, എന്തിനും ഏതിനും തയ്യാറുള്ള പ്രായമാണ്. നാളെ റബ്ബിന്റെ അടുക്കൽ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നതും ആ വയസ്സിനെ സംബന്ധിച്ചാണ്. എന്റെ വയല് കേൾക്കുന്ന ബാല്യക്കാർ, എന്റെ വയല് കേൾക്കുന്ന ബാല്യക്കാർ, യൂത്ത് വിംഗുകാർ, യങ് മെൻസുകാർ, നല്ല പോലെ കേൾക്കണോ. നിങ്ങളിലാണ് ഈ ദീനിന്റെ പ്രതീക്ഷ, ബാല്യക്കാരിലാണ് ദീനിന്റെ പ്രതീക്ഷ. ഈ ദീനിന്റെ നട്ടല്ല, ഈ ദീനിന്റെ വലിയ പ്രതീക്ഷ, ഈ ദീനിന്റെ വലിയ ധൈര്യം ബാല്യക്കാരിലാണ്, ബാല്യക്കാർത്തികളിലാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ആ ബാല്യക്കാരുടെ, പിന്നെ യുവാക്കളുടെ യുവത്വത്തെ സംബന്ധിച്ച് അഭിമാനം പറഞ്ഞു. മുസ്തഫായ നബി തങ്ങൾ പോലും ആ കാര്യത്തിൽ അഭിമാനം കൊണ്ടു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, أوصيكم بالشباب خيرا فإنهم مرق أفئدة حالفني الشباب لما خالفني الشيوخ أوصيكم بالشباب خيرا നിങ്ങളോട്, എന്നോട്, ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും മുസ്തഫായ നബി തങ്ങളുടെ വസിയത്താണ്, ഉപദേശമാണ്. ഘനപ്പെട്ട ഉപദേശം, ഗൗരവമേറിയ ഉപദേശം, ശക്തമായ ഉപദേശം. ഉസീകും ബിശ്ശബാബി ഖൈറാ. ബാല്യക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ, യുവാക്കളോട് നല്ല സ്നേഹത്തോടെ പെരുമാറണേ, നല്ല വാത്സല്യത്തോടെ നിങ്ങൾ ഇടപെടണേ. അവർ സോഫ്റ്റ് മൈൻഡുകാരാണ്, ഇളം മനസ്സുള്ളവരാണ്. വലിയ തടിയുണ്ട്, താടിയുണ്ട്, ഭയങ്കര ഗട്ടിമുട്ടിന്റെ തടിയുണ്ട്, കറാട്ട കുമ്പ് പഠിച്ചിട്ടുണ്ട്, ജിമ്മിന് പോയിട്ട് നല്ല കേബേജ് പോലായിട്ടുണ്ട് എന്നല്ലാതെ അവരെ ബുദ്ധിക്ക് വലിയ വളർച്ചയില്ല. ബാല്യക്കാരെന്ന് പറയുമ്പോ തടി വലിയ കനമുണ്ടാവും, കാണാൻ നല്ല ഗ്ലാമറും അട്രാക്ഷൻ ഫിഗറും ഉണ്ടാവും, ഭയങ്കര ജഗജില്ലിയായിരിക്കും. എന്നാലും അവർ മൈൻഡ് കുറഞ്ഞവരാണ്. അതായത് ചെറിയ പ്രായമല്ലേ, ബാല്യപ്രായമല്ലേ,
രാത്രി പകലുകൾ ആ മോന് കണ്ടിട്ടില്ല. ബാപ്പ അധ്വാനിച്ച എക്സ്പീരിയൻസ് പോലെ മകനായ എക്സ്പീരിയൻസ് ഇല്ല. ബാപ്പ ജീവിച്ചതുപോലെയുള്ള കട്ടപ്പാടിന്റെ നെല്ലിപ്പടി ബാല്യക്കാരൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ചെറുപ്രായമാണ്, ബാല്യപ്രായമാണ്, യുവത്വപ്രായമാണ്. അതുകൊണ്ട് ആ ബാല്യക്കാരൻ നിങ്ങൾ സൈഡാക്കാൻ കഴിയാ, അവരെ നിങ്ങൾ പടിക്ക് പുറത്താക്കാൻ കഴിയാ. തെറ്റ് ചെയ്തതിന്റെ പേരില്, മോശത്തനം ചെയ്തതിന്റെ പേരില്, ആ പ്രായത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം കാണിച്ചതിന്റെ പേരില് അവർ നിങ്ങൾ ഒരിക്കലും ദൂരപ്പെടുത്താൻ പാടില്ല. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ബാല്യക്കാരൻ കഞ്ചാവ് അടിച്ച് കഞ്ചാവ് പിടിച്ചു പറഞ്ഞിട്ട് ഓനെ ജയിലിൽ കൊണ്ട് അവസാനം റിലീസാക്കിയിട്ട് പോലീസ് ഓനെ ചന്തത്തിൽ വിട്ടെങ്കിലും ഓനെ നാട്ടുകാരെല്ലാരും സ്വീകരിച്ചില്ലെങ്കിലും ജമാഅത്ത് കമ്മിറ്റി ഓനെ കമ്മിറ്റി എടുക്കുന്നില്ല. പണ്ടാ പ്രായത്തിൽ അങ്ങനെ ആയിപ്പോയി. ആ പ്രായത്തിൽ അതാവുമല്ലോ, പ്രായം അതല്ലേ. ചോരത്തളപ്പിന്റെ പ്രായമാണ്, രക്തത്തളപ്പിന്റെ പ്രായമാണ്. കുഞ്ചിരോമം പുറത്തേക്ക് കാണിച്ചിട്ട് ആരടാ എന്ന വെല്ലുവിളിക്കുന്ന പ്രായമാണ്. കോളർ ചുരുട്ടിയിട്ട് ധൈര്യമുണ്ടെങ്കിൽ കേറടാ എന്ന് പറയുന്ന പ്രായമാണ്. ഏത് തെമ്മാടിത്തരത്തിനും ഇന്ന് സൗകര്യവുമുണ്ട്, എന്ത് ആഭാസങ്ങൾക്കും ഇന്ന് സൗകര്യമുണ്ട്. അപ്പൊ പിന്നെ ബാല്യക്കാരുടെ മൈൻഡും അങ്ങനെയായെങ്കിൽ, ആഭാസങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പിന്നെ തെറ്റിലേക്ക് പോകാൻ വലിയ പണിയില്ലല്ലോ. അങ്ങനെ ഒരു വേള തെറ്റ് സംഭവിച്ചു പോയാലും ഇല്ലെങ്കിലും നിങ്ങൾ ബാല്യക്കാരോട് നല്ല നിലക്ക് പെരുമാറണോ, സ്നേഹത്തോടെ പെരുമാറണോ. അവരെ നിങ്ങളെ ഒരിക്കലും അവയുടെ സൈഡാക്കാൻ കഴിയാ, ഔട്ടാക്കാൻ കഴിയാ, പടിക്ക് പുറത്തിടാൻ കഴിയാ. ഉപദേശിക്കണം, ഉപദേശിക്കണോ. എന്നിട്ട് നബി തങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്, പൊന്നു ബാല്യക്കാരാ, ചെറുപ്പക്കാരാ, നല്ല പോലെ കേട്ടോ, നിന്നെ പറ്റി മുസ്തഫായ നബി തങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. ഹബീബായ നബി തങ്ങളെ പെരുമ കൊള്ളുകയാണ്. മുസ്തഫായ നബി തങ്ങൾ നിന്നെ കുറിച്ച് ഊട്ടം കൊള്ളുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കണ്ട, ഹാലഫനി ശബാബ് ലമ്മാ ഖാലഫനി ശുയൂഖ്. ഇൻഷാ അല്ലാഹ് പിന്നെ പോവല്ല, അങ്ങനെ പോവല്ല, അങ്ങനെ പോവാൻ അമ്മയുടെ വർക്കല്ലല്ലോ. നാളെ രാത്രി മാരിബിന്റെ ശേഷമാണ് ഇൻഷാ അല്ലാഹ് മഹാനരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവர்கள் ഇവിടെ എത്തുന്നതും മജ്ലിസ് നൂറിന്റെ നേതൃത്വം എത്തുന്നതും. തുടങ്ങി എത്രല്ല, കുറച്ച് കൈയ്യട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് മാരിബിന്റെ ശേഷം ബഹുമാനപ്പെട്ട തങ്ങളവர்கள் വരുന്ന ഈ സമയത്തല്ല, കുറച്ച് വേഗം വരും. മാരിബ് കഴിഞ്ഞ ഉടനെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കണ്ണിയാണ്, ഈ ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വമാണ്. ഹബീബായ നബി തങ്ങളെ പരിശുദ്ധ പരമ്പര അഹ്ലുബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണിയാണ്, നമ്മുടെയൊക്കെയും ആത്മീയ നേതാവാണ്. മഹാനരായ തങ്ങൾ നാളെ മാരിബിന്റെ ശേഷം നടക്കുന്ന മജ്ലിസുൻ നൂറിന് നേതൃത്വം നൽകും. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ഉറൂസ് കമ്മിറ്റി വോളണ്ടിയർമാർ കവറുമായിട്ട് വരുന്നുണ്ട്. ചെറിയ കിടാക്കോ വോളണ്ടിയർമാർ നല്ല ചമ്പ പോലത്തെ ബാല്യക്കാരല്ല, ചെറിയ കുട്ടികൾ ഇൻഷാ അല്ലാഹ് കവറുമായി വരുന്നുണ്ട്. കവറെല്ലാരും വാങ്ങണോ, ഉദ്ദേശങ്ങളെല്ലാം കരുതിയിട്ട് നല്ലൊരു സംഭാവന അതിലേക്ക് ഇട്ടുകൊടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസുകളിലും പ്രത്യേകിച്ച് നാളെയും നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടാകും. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത്. എത്ര മണിയാ? 10:30 അല്ല, 10:30. എപ്പോഴത്തെ പോലെ അല്ല, 11:25 ഞങ്ങളല്ല, കിടക്കില്ലല്ലോ. തുടങ്ങാൻ ലേറ്റായതുകൊണ്ട് നിർത്താനും ലേറ്റാക്കണോ. അപ്പൊ ഏതുവരെ പോവാ? ഇൻഷാ അല്ലാഹ് അങ്ങനെ അനക്കം പിരിപ്പില്ല, എന്നാലും സമയം പോകണല്ലോ. കടലിലേക്ക് എറിയുന്നെങ്കിലും കണക്ക് കൂട്ടിട്ട് എറിയണോ. ഒട്ടാര തൊട്ടൽ കെട്ടിട്ട് എറിഞ്ഞിരുന്നാണ്. എപ്പോഴോ ഇന്നൊരു 11:15 അല്ലേ? അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് പേടിക്കണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങളെ ഖൽബ് നന്നാക്കി തരട്ടെ.
ഇത് നമുക്കൊരു കിബറായിട്ടോ ഒരു അഹങ്കാരമായിട്ടോ അല്ലാഹു തആല ഞങ്ങളൊന്ന് തള്ളിക്കളയാതിരിക്കട്ടെ. ഞങ്ങൾക്കല്ല ഏറിയ ഇഖ്ലാസ് നൽകട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഏറിയ ഇഖ്ലാസ് നൽകട്ടെ. ഞങ്ങളെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെല്ലാവരെയും നന്നാക്കട്ടെ. എന്ത് ഞാൻ പറഞ്ഞേ? എന്ത് പറഞ്ഞേ? ഗോവിന്ദ. ഞാൻ എന്ത് പറഞ്ഞേ? നാളെ മാരിബിന് തങ്ങ വരുന്നതല്ലേ? അതിന്റെ മുന്നെന്ത് പറഞ്ഞേന്ന്? മുസ്തഫായ നബി തങ്ങൾ ബാല്യക്കാരെ കുറിച്ച് അഭിമാനം പറഞ്ഞു. ബാല്യക്കാരെ കുറിച്ച് അഭിമാനം പറഞ്ഞു. ഏത് ബാല്യക്കാരനാ? മൂക്കറ്റം വരെ മോന്തി നടക്കുന്ന ബാല്യക്കാരനല്ല. കഞ്ചാവടിച്ചിട്ട് ലഹരി കെട്ട ബാല്യക്കാരനല്ല. കണ്ട പെണ്ണിന്റെ പിന്നാലെയെല്ലാം കമന്റ് അടിക്കുന്നവനല്ല. ഉമ്മ പാപ്പാനെ നോക്കാത്ത ബാല്യക്കാരല്ല. പള്ളിന്റെ വായിക്കും മറന്നിട്ട് പോലും കേറാത്ത ബാല്യക്കാരല്ല. മതബോധമുള്ള ബാല്യക്കാർ, നല്ലവരായ ബാല്യക്കാർ, ദീനീ ബോധമുള്ള ബാല്യക്കാർ, അള്ളാന്റെ പേടിയുള്ള ബാല്യക്കാർ, ഞങ്ങൾ ഈ പരിസരത്ത് വോളണ്ടിയർമാരായിട്ടും മറ്റും നിന്നിട്ടുള്ള ബാല്യക്കാർ, അതുപോലെയുള്ള നല്ല മതബോധമുള്ള ബാല്യക്കാരെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ ഊറ്റം കൊണ്ടോ അഭിമാനം കൊണ്ടോ അവിടുന്ന് മദ്ഹ് പറഞ്ഞു. ലമ്മാ ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. എന്നെ പണ്ട് സപ്പോർട്ട് ചെയ്തത് ഹബീബായ നബി തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കാനുള്ള ഉത്തരവാദിത്വവുമായി വലിയൊരു പ്രബോധന ദൗത്യവുമായി ഞാനങ്ങതാ മക്കയിൽ വന്നപ്പോ, ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോ, ദീനിന്റെ വഴിയിലേക്ക് വിളിച്ചപ്പോ, മുന്നും പിന്നും നോക്കാതെ എന്റെ കൂടെ കൂടിയിട്ട് എനക്ക് താങ്ങായി തണലായി നിന്നത് ബാല്യക്കാരാണ്. വയസ്സന്മാർ കല്ലെറിഞ്ഞപ്പോ, വയസ്സന്മാർ മാറി നിന്നിട്ട് കുണുകുണ പറഞ്ഞപ്പോ, വയസ്സന്മാർ എന്നെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോ, അബൂ സുഫിയാൻ തങ്ങളുടെ നേതൃത്വത്തില്, അബൂജഹലിന്റെ നേതൃത്വത്തില്, ഉത്ബത്ത് ശൈബത്തിന്റെ നേതൃത്വത്തില്, ഉമ്മയ്യത്തിന്റെ നേതൃത്വത്തില്, അവരൊക്കെ 50 കഴിഞ്ഞ വയസ്സന്മാരായിരുന്നു. അന്നത്തെ നാട്ടിന്റെ വലിയ നേതൃത്വമായിരുന്നു. അവരെല്ലാവരും എനിക്കെതിരെ, ദീനിനെതിരെ പടക്കോപ്പ് നയിച്ചപ്പോ, ഗൂഢാലോചന നടത്തിയപ്പോ, കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോ, എന്റെ കൂടെ നിന്നത്, ദീനിന്റെ കൂടെ കട്ടക്ക് നിന്നത്, എനിക്കൊരു സപ്പോർട്ടായി ധൈര്യമായി നിന്നത് ബാല്യക്കാരാണ്. അതുകൊണ്ട് ബാല്യക്കാരോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണോ. തെറ്റുകൾ സഹജമാണ്, തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്. അതിനുള്ള സൗകര്യം കൂടിയ ഇന്നത്തെ കാലത്ത് പറയും വേണ്ട. എന്നാലും ബാല്യക്കാരെ ഒറ്റപ്പെടുത്തണ്ട, ദൂരത്താക്കണ്ട. അവർ 5 സ്റ്റാറിലുണ്ടാകാം, 3 സ്റ്റാറിലുണ്ടാകാം. നമ്മളെ നാട്ടിൽ ഉണ്ടാവും 3 സ്റ്റാർ ക്ലബും 5 സ്റ്റാർ ക്ലബിൽ ഇരുന്നോട്ട്. ക്ലബ്ബ് വേണമെന്നല്ല ഞാൻ ചൊല്ലേ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് സോഷ്യൽ വർക്കൊക്കെ അതുപോലെ നടക്കുന്നുണ്ട്, നടക്കട്ടെ. പക്ഷെ പള്ളിന്റെ ജമാഅത്ത് നടക്കുമ്പോ ആടെ വലിയ ക്യാരം ബോർഡ് വെച്ചിട്ട് ചൊട്ടുന്നെങ്കിൽ നിങ്ങൾ 3 സ്റ്റാർ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് അത് നരകത്തിൽ കത്തിയാളുന്ന സ്റ്റാർ ആയിട്ട് മാറും, സംശയമില്ല. ഇടണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ചൊല്ലണം, ഇല്ലെങ്കിൽ ചൊല്ലണം. ഇത് പണി ചടങ്ങ് തീർക്കുന്നല്ല. ഇവിടെ തൊണ്ട കീറാന് എനക്കങ്ങനെ ചോര ഏറിയിട്ടൊന്നുമില്ല. കണക്കിന്റെ ചോര ഉള്ള ജമാഅത്ത് നിസ്കരിക്കുമ്പോ മറ്റു സമയത്ത് പുസ്തക ബാക്കി ടൈമിൽ ചൊട്ടാമാ പാടില്ല, ക്യാരം ബോർഡ് പാടില്ല. എന്നാലും പറഞ്ഞത് ഇനി എത്ര ചൊട്ടിയെങ്ങും എപ്പോ ചൊട്ടിയെങ്ങും അപ്പൊ ചൊട്ടിയിരുന്ന അതിന്റെ അർത്ഥം മുന്നെല്ലാം ചൊട്ടാന്നല്ല. ചെക്ക എണിച്ചിട്ട് പോകുന്നതാണത് പോയി ചെല്ലാനായിരിക്കും. ഉസ്താദ് ലൈസൻസ് തന്നിനി
അങ്ങനെയല്ല പറഞ്ഞു. ചിലയിടത്തുണ്ട് യാ റബ്ബേ എന്നിട്ട് വല്ല നാട്ടിലല്ല, അല്ലെങ്കിലും അതിനെ ആളുള്ളൂ. അത് വേണ്ട ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ചില പള്ളിന്റെ അകത്ത് വെച്ച് നടക്കുന്നതിനേക്കാളേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പള്ളിക്ക് പുറത്തുള്ള ക്ലബിലാണ്. അതറിയോ നിങ്ങൾ? അതുകൊണ്ട് കാടടച്ച് ഞാൻ വെടിവെക്കുന്നില്ല. മുത്തലക്കന്നെ അത് ഹറാമാണ്, ക്ലബ് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഹറാമിയത്തിന്റെ കാര്യം അവിടെ വരുമ്പോ അത് ഹറാമോ? നിങ്ങൾ നോക്കൂ, ചില പള്ളി കമ്മിറ്റിക്കാരുണ്ട്, ചില പള്ളി പാവപ്പെട്ട ചങ്ങായി മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോ വന്നിട്ട് പറഞ്ഞ് എന്തോ ആയിട്ട് എന്താക്കുന്നതെന്ന് അറിയുന്നില്ല, കുറെ ആയി പുതിയാപ്പിള നോക്കുന്നു, ഒന്നും സെറ്റാകുന്നില്ല. അൽഹംദുലില്ലാ എല്ലാരും കൂടിയിട്ടും പിടിച്ചിട്ടും ഒന്ന് സെറ്റായിനെ ചെമ്പരിക്കുന്ന മേൽപ്പുറമ്പെന്ന കാഞ്ഞങ്ങാടുന്ന ഏടെന്ന് അറിയില്ല. അൽഹംദുലില്ലാ എന്തും ഇല്ല, ഓറൊന്നും കേട്ടിട്ട കേട്ട് നീ ചൊല്ലിട്ട് വന്നിട്ട് നിങ്ങക്ക് കടലാസ് തന്നെങ്കിൽ കൊടുത്തറ വേണ്ട. ഒരു കേട്ടിട്ടില്ല എന്നാലും എന്റെ മോളല്ലേ പോകുമ്പോ എന്തെങ്കിലും ഞാൻ കൊടുക്കണ്ടേ? എന്റെ കരളല്ലേ അത്. എന്തോ ആയിട്ടാ നിങ്ങൾ എല്ലാരും എന്തെങ്കിലും ആക്കിനെ നല്ലുണ്ടായിട്ട് കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് ഞങ്ങളെ കമ്മിറ്റിന്റെ ജമാഅത്തിന്റെ ആള്, ഞങ്ങളെ പള്ളിക്ക് മാസിക വന്തിക തരുന്ന ആള്, ഞങ്ങളെ പള്ളിക്ക് തേങ്ങ തരുന്ന ആള്, ഞങ്ങളെ പള്ളിന്റെ റാത്തീവിന് 250 പത്ര തന്ന ആള്, ഞങ്ങളെ പള്ളിന്റെ പറമ്പിൽ കബർ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ആള്, ആ മനുഷ്യൻ വന്നിട്ട് കമ്മിറ്റിക്കാരിൽ ചെല്ലിട്ടാകുമ്പോ ഇയാൾ എന്താക്കിയറിഞ്ഞ വലിയ വലക്ക പോലത്തെ സീളും മറ്റാ ആനന്റെ വാല് പോലത്തെ പെണ്ണും എടുത്തിട്ട് ഒരു കുത്തു ലെറ്റർ പാഡിലേക്ക് എന്നിട്ട് എഴുതി എന്തറിഞ്ഞ ഞങ്ങൾ ജമാഅത്തിൽപ്പെട്ട പാവപ്പെട്ടവനാണ്, നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, പോയിക്കോ. കത്തും കൊടുത്തിട്ട് ഒരു വിടൽ തെണ്ടിക്കോ തെണ്ടിക്കോ. കർണാടക, കേരള, ഈ സീലെറ്റർ ജമാഅത്ത് വേണം. അതേപോലെ നീ നേരെ ക്ലബിലോ, നീ ക്ലബ് ചെല്ലാൻ അങ്ങനെ കാരണ്ട. നല്ല പ്രവർത്തനങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. ഹറാമ് വരുന്നുണ്ടോ അവിടെ? ഗാഞ്ച വിളിക്കുന്നുണ്ടോ, കഞ്ചാവ് വിളിക്കുന്നുണ്ടോ, നിസ്കാരം ഒഴിവാക്കിയിട്ട് അതിന്റെ അകത്ത് കൂടുന്നുണ്ടോ? തെറ്റ് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. നിരുപാധികം പറയണ്ട. നീ ആ ബാല്യക്കാരോട് വരികയല്ലേ, ഇങ്ങനെ കഷ്ടപ്പാടുണ്ട്, ബേജാറുണ്ട്. അല്ലാ ബാല്യക്കാർ സട കുടിഞ്ഞേക്കും. ഇന്നലെ രാത്രിയാണ് ഡേ നൈറ്റ് മാച്ച് കഴിഞ്ഞ ഫെഡ്ലൈറ്റ് മാച്ച് 2020. അതിന് 13 ലക്ഷം ചെലവാക്കിനെങ്കിലും ഈ വന്ന കത്തവർ തള്ളേല. അവർ ഉടനെ മേങ്ങും, വേണ്ടതൊക്കെ ചെയ്യും, എല്ലാം ആക്കും. എല്ലാ ജമാഅത്തും ഇങ്ങനെ, എല്ലാ ക്ലബും അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞേ. പുല്ലിൽ നിന്ന് ബയലു ബദല്, പലതിൽ ചിലത്. മനസ്സിലായ? ചർച്ചാക്കുന്നവന് എന്തും ചർച്ചാക്കാന്ന്. ഇനി പീനെന്തല്ലേ ചർച്ച നടക്കും? ചർച്ച എല്ലാവരും ആക്കുന്നില്ല, എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. ബാല്യക്കാരെ ഇല്ലെങ്കിൽ ബാല്യക്കാർക്ക് ചർച്ചയാക്കാൻ ബാല്യക്കാരെ ഗ്രൂപ്പ്, യുവക മണ്ഡല, യൂത്ത് വിങ്. വയസ്സന്മാരെ പറ്റി എന്തെങ്കിലും ചൊല്ലിയുന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചില്ലെങ്കിൽ അവർക്ക് ചർച്ചയാക്കാൻ മൂത്ത വിങ്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചൊല്ലിയിട്ട് അവർക്ക് പിടിച്ചില്ലെങ്കിൽ അതിനെ ചർച്ചയാക്കാൻ ഫാമിലി വിങ്. മൈക്കന്റെ സൗണ്ട് അത് ഇത് അപ്പുറം സെറ്റാക്കണം, റെഡിയാക്കണം, ചെല്ലിനാണ്ടെങ്കിൽ അതിനെ ചർച്ചയാക്കാൻ ഓർക്കുണ്ട് ഗ്രൂപ്പ്. കേക്കല്ലേ വേണമെങ്കിൽ അയാൾ വന്നപ്പോ ഒരു 8ന്റെ പണി കൊടുക്കണം, ഓർമ്മ തീരുമാനിക്കും. എന്റെ അയാളെന്തോ ശരി, നീ ഓറല്ല നമ്മൾ ആത്മസുഹൃത്താണ്. വലിയ വേണ്ടപ്പെട്ട ആളാണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ വലിയ കൂട്ടുകാരനാണ്. മാഷാ അല്ലാഹ് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ല, എല്ലാവർക്കും ആളുണ്ട്, എല്ലാവർക്കും ആളുണ്ട്. ഞാൻ ചെന്ന് കേട്ടിട്ടില്ല, ഉമ്മാനെ തല്ലിയിട്ട് കൊന്നോന്റെ ഒക്കെയും 8 ആൾ കൂടി 20 ആളിൽ ഒരു ചെല്ലിയാലും എന്താ ഉമ്മാനെ തച്ചിട്ട് കൊന്നിട്ട് വന്ന് യന്ത്രം നിന്റെ വീട്ടിലെല്ലാം ചോര, യന്ത്രം നിന്റെ കയ്യന്തര വറക്കുന്നതിന്റെ മുട്ടന്തര വറക്കുന്നേ. 20 ആളെ പോയി കണ്ടിട്ട് ചെല്ലാൻ പോയി ചെല്ലും പറഞ്ഞാ ഉമ്മാനെ തച്ചിട്ട് കൊന്നിട്ട് വന്നേ. അപ്പൊ അതിൽ 14 ആളും പറഞ്ഞു ഉമ്മാനെ 16 ആള് നോക്കുമെന്ത് അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉമ്മാനെ കൊന്നിട്ടുമായി, ഒരു ഗടിപിടിയിൽ ആയിട്ടുമായി. ഇപ്പൊ നോക്കുമ്പോ കേട്ടോറും കണ്ടോറും എല്ലാം എന്നെ പറയുകയും ചെയ്യുന്നത്. അതിന്റെ ഇടക്കുണ്ട് 8 ആള്. നല്ല എപ്പോഴേ കൊല്ലണ്ടി 8 ആള് കണ്ട ഓന ആളുണ്ട്. ഉമ്മാനെ കൊന്നോണ്ടൊക്കെ ആളുണ്ട്. ആളാർക്കില്ലാത്ത അതൊന്നും ഞാൻ നോക്കല്ല, അതിനൊന്നും നമ്മൾ നോക്കണ്ട. അതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും നടക്കാല. വേണ്ട, നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. അത് മാത്രം ചിന്തിക്ക്. ഇഖ്ലാസ് നല്ലോണം ഉണ്ടാവട്ടെ, ഖൽബ് നന്നാവട്ടെ, സ്വന്തത്തിനാണ് എന്ന് ആദ്യം ബോധം വേണം. എന്നിട്ട് ഉപദേശിക്കുക, കാര്യങ്ങൾ ചെയ്യേ. എല്ലാം മംഗളമാണ്, എല്ലാം ശുഭകരമാണ്. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ.
ആ ചെറുപ്രായത്തിൽ എന്തെങ്കിലും അപ്രപ്രാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഒറ്റടിക്ക് ദൂരത്തെപ്പെടുത്തണ്ട. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയും, മഅറൂഫുൽ ഖർഖി വലിയ മഹാനാണ്, ഒരു നൂറ്റാണ്ട് കണ്ട ചരിത്ര പുരുഷനാണ്. ദുആരെന്ന് കഴിഞ്ഞാൽ കൈമുത്തുന്നതിന്റെ ഇടയില്, കൈമടക്കുന്നതിന്റെ ഇടയില്, കൈ താഴ്ത്തുന്നതിന്റെ ഇടയില് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന മഹാനാണ്, അല്ലാഹു ഉത്തരം കൊടുക്കപ്പെടുന്ന മഹാനാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ വലിയവരായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ദുആരെന്ന് കണ്ടെങ്കിൽ അപ്പ സ്പോട്ട് കിട്ടിയിട്ടായി, അതെല്ലാവർക്കും അറിഞ്ഞിട്ടുമായി. അങ്ങനെ ഒരു ദിവസം മഹാനർ ദിജ്ലയുടെ സൈഡില്, ഇറാഖിന്റെ നൈൽ നദി ആ സൈഡില്, അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ കുറച്ച് നാട്ടുകാർ വന്നിട്ട് മഹാനരോട് പറഞ്ഞു, അത്രേ തങ്ങളെ മഅറൂഫുൽ ഖർഖി തങ്ങളെ അവിടെ ഒരു കുറ്റും ചുമ്മട്ടാസും ആർമാദിക്കലെല്ലാം കേൾക്കുന്ന, നിനക്ക് കേൾക്കുന്ന അതാ കാണുന്ന ഞങ്ങളെ നാട്ടിന്റെ പൊട്ടിത്തെറിച്ച ബാലക, കള്ളും കഞ്ചാവും കുപ്പിയും റമ്മും ബീറും എല്ലാം റെഡി. അതിന്റെ ഇടയ്ക്ക് നല്ല ക്രിസ്മസും ചെല്ലയും വേണ്ട, എല്ലാ ഗുലുമാലും ഓറുണ്ട്. ഞങ്ങൾക്ക് ഉപദേശിച്ചിട്ട് വെടിഞ്ഞ് ഇപ്പൊ കേൾക്കുന്ന നിങ്ങളെ പണി നോക്കി ഞങ്ങളെ പണി നോക്കാം. ഉസ്താദ് വയൽ പറയുമ്പോ ചെന്ന അയാൾ നല്ല തങ്ങന്മാർ ചെല്ലുമ്പോ ചെന്ന് തങ്ങ മുറിച്ചിട്ടേ കേൾക്കുക. മനസ്സിലായെങ്കിൽ നിങ്ങെന്തെന്തും എനിക്ക് പേടിയാണല്ലോ, നിങ്ങൾക്കത് പേടി. ആ പിന്നെ പേടിക്കേണ്ട ആള് ഞാനല്ലേ. ലാ യഖാഫു ലൗമത ലായിം ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ ഹത്താ യറാ നാസം ബിബിലിം മുസ്തിലാ ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. എല്ലാം അല്ലാഹ് പറഞ്ഞ പോലെയാവണോ, അല്ലാഹുവിന്റെ ദീന് പറഞ്ഞ പോലെയാവണോ. അല്ലാഹ് ഞങ്ങളെ കെട്ടിയിട്ടിട്ടില്ല, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പ് ഞങ്ങൾക്ക് താഴ്ത്തു കൂട്ടിട്ടില്ല. എല്ലാം ചെയ്തോ, എല്ലാം കുടിച്ചോ, എല്ലാം അനുഭവിച്ചോ, എല്ലാം ആസ്വദിച്ചോ. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനൊരു നിയമമുണ്ട്, അതിനൊരു പരിധിയുണ്ട്, അതിനൊരു മസലയുണ്ട്. അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതാ ഈ ദിജ്ലയുടെ തീരത്ത്, നൈലനദിയുടെ തീരത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ, ബാല്യക്കാർ ആഭാസങ്ങളുടെ കൂത്താട്ടങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ അള്ളാനെ മറന്നിട്ട് മദ്യത്തിനടിമകളായി അങ്ങനെ അട്ടാസിച്ചാറുമാതിച്ച് നടക്കുമ്പോ ലക്ക് കെട്ടവിടെ കിടക്കുകയാണ്, മസ്തിച്ചങ്ങനെ കിടക്കുകയാണ്. എല്ലാ പോക്കിരിത്തരത്തിന്റെയും ലീഡർമാരാണ്. എല്ലാ കൊള്ളിവെപ്പിലും അവരുണ്ട്, എല്ലാ കൊലകേസുകളിലും അവരുണ്ട്, എല്ലാ ഗാഞ്ച പിന്നെ ലഹരിക്കടിമയായവരിലും അവരുണ്ട്. അങ്ങനെയുള്ള ബാല്യക്കാരെ ഉപദേശിച്ചിട്ട് കണ്ടിട്ട് നാട്ടുകാർക്ക് വിടിഞ്ഞുപോയി. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടപ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ആ ബാല്യക്കാരെ ശർറൊന്നില്ലാണ്ടാവാൻ വേണ്ടി ദുആരക്കണോ. അവരെ കൊണ്ടിട്ട് ഞങ്ങളെ ഇസ്സത്ത് പോയി തങ്ങള്, ഞങ്ങളെ നാടിന്റെ ഇസ്സത്ത് പോയി തങ്ങള്, ഞങ്ങളെ എല്ലാ പരക്കാർക്കും ബേജാറാണ് തങ്ങള്. ഉപദേശിച്ച ഉപദേശം കേൾക്കുന്നില്ല, എല്ലാരും മേക്കിട്ട് കേറുന്നു തങ്ങള്. ഇല്ല തങ്ങളെ, ഞങ്ങളെ നാട്ടില് ഒരു പെണ്ണിനെ പോലും മാനമര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. അവർ ശല്യം ചെയ്യുന്നു, എല്ലാ നിലക്കുള്ള കൊള്ളയടിക്കലും അവർ നടത്തുന്നു. അതുകൊണ്ട് തങ്ങള് അവർക്കെതിരെ ദുആരക്കണേ. അവരാരുമല്ല ഞങ്ങളെ മക്കൾ തന്നെ, അവരാരുമല്ല ഞങ്ങളെ അഞ്ചമാറിനെ, അവരാരുമല്ല ഞങ്ങളെ മുത്താപ്പാന്റെ മക്കൾ തന്നെ, അവരാരുമല്ല ഞങ്ങളെ കുടുംബത്തിലെ മെമ്പർ തന്നെ. എന്നാലും തങ്ങളെ സാരമില്ല, നാടിന് ദീനിന് ഉമ്മത്തിന് ഗുണമില്ലാത്തവർ, നാടിന് ദീനിന് സമുദായത്തിന് കുടുംബത്തിന് ഉപദ്രവമുള്ള അവർ ഇനി ഭൂമി മണ്ണിൽ ജീവിക്കണ്ട, ഈ മണ്ണിലിന് അവർ വേണ്ട. അതുകൊണ്ട് തങ്ങളെ അവർക്കെതിരെ ദുആരക്കണോ. അല്ലാ നീ നശിപ്പിക്കണേ അല്ലാ. നൂഹ് നബി ദുആരുന്നില്ലേ,
അവരെ നീ ഭൂമിയില് ഇനി ബാക്കിയാക്കണ്ട എന്ന് ദുആരുന്നത് പോലെ ആ ബാല്യക്കാർക്ക് ദുആരക്കണം മാറുഫുൽ ഖർഖി തങ്ങളെ. അവർ വേണ്ട, ഞങ്ങൾക്ക് സഹി കെട്ടു, ഞങ്ങൾ ക്ഷമ കെട്ടു, ഉപദേശിച്ചിട്ട് മടുത്തു, ഉപദ്രവം കൊണ്ട് ഞങ്ങൾക്ക് ആകെ വീർപ്പ് മുട്ടിപ്പോയി, അതുകൊണ്ട് അവർക്കെതിരെ എന്ന് പറഞ്ഞപ്പോ മഹാനായ മാറുഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു എല്ലാവരെയും കൂട്ടിയിട്ട് പറഞ്ഞ് ആമീൻ ചൊല്ലിക്കോളി, ഞാൻ ഇപ്പന്നത് വരക്കാം, ഞാൻ ഇപ്പന്നത് വരക്കാൻ പോട്ടു. നാടിനും ദീനിനും കൂട്ടിനും കുടുംബത്തിനും ഗുണമില്ലാത്തവൻ ഉണ്ടെങ്കെന്തേ ഇല്ലെങ്കെന്തേ. ഒരു പെണ്ണുങ്ങളെ വഴി നടക്കാൻ വിടാല, ഒരു പള്ളിപ്പറമ്പ് ജമാഅത്ത് ജുമാ എന്നത് സംഗതി അറിയാല, കള്ള കഞ്ചാവിലല്ലാണ്ടില്ല. പിന്നെ ഇത് ജീവിച്ചിട്ട് എന്ത് കാര്യം? ദ്വാരക്കൊള്ളും തങ്ങളെന്ന് പറഞ്ഞപ്പോ മാറുഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആയിരുന്നു. ആ ദുആ അത് വല്ലാത്തൊരു ദുആയാണ്. ആ കൈകള് അത്ര കണ്ട പരിശുദ്ധമാണ്. അവിടെങ്ങാനും ദുആരെന്ന് പോയാൽ വജബൽ ഇജാബ. ആ ദുആക്കിടയിൽ അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. അങ്ങനെയുള്ള ദുആയാണത്. എന്നിട്ട് ആമീൻ പറയേണ്ടതിന് പകരം നാട്ടുകാരെല്ലാരും മഹാനരുടെ മുഖത്തേക്ക് നോക്കി. എന്ത് മഹാനർ ദ്വാരുന്ന്? മഹാനർ ദ്വാരുന്നു അല്ലാഹുമ്മ കമാ ഫർഹതുഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. ലക്ക് കെട്ട് മതോന്മതരായി മസ്തുമാദിച്ച് അങ്ങനെ ആർത്തട്ടാസിച്ച് അർമാദിച്ച് ആ ബാല്യക്കാർ ഇവിടെ സുഖിക്കുന്നത് പോലെ, സന്തോഷിക്കുന്നത് പോലെ, ചിരിച്ചട്ടഹസിക്കുന്നത് പോലെ അവരെ നീ ആഖിറത്തിലും ഇതുപോലെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. എല്ലാം മറന്നിട്ട് ചിരിക്കുന്നു, പരിസരം മറന്ന് ചിരിക്കുന്നു, ആർത്തട്ടഹസിച്ച് ചിരിക്കുന്നു, മസ്ത് പിടിച്ച് ചിരിക്കുന്നു. ഈ ഭൂമിയിൽ അവർ അങ്ങനെ ചിരിക്കുന്നത് പോലെ, പരിസരം മറന്നിട്ട് അങ്ങനെ ആർമാദിച്ചതുപോലെ പരലോകത്തും അവരെ ചിരിപ്പിക്കണേ അല്ലാഹ്, സന്തോഷിപ്പിക്കണേ അല്ലാഹ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആരും മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആരുന്നു. മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആരുന്നു. ഇരിക്കുന്നവർ ഒന്ന് സ്വർഗത്തിന്റെ തോപ്പാണ്, മലായികത്യങ്ങളുള്ള മജ്ലിസാണ്. മഹാനരായ സയ്യിദ് അറബി വലിയുള്ളാഹി തങ്ങളെ പോലെയുള്ള മഹാന്മാർ കണ്ടുകൊണ്ടിരിക്കുകയും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മജ്ലിസാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസാണ്. ഇരിക്കുന്നവർ ഒന്ന് ബാക്കിൽ ഇരിക്കുന്നവർ മുന്നിലെ കസാല കാലിയുണ്ടെങ്കിൽ ഒന്ന് എണീച്ചിട്ടൊന്ന് സഹകരിക്കണം. കസാല എടുക്കണ്ട, കസാല വോളണ്ടിയർമാർ സംഘാടകർ വെച്ചെടുത്ത് തന്നെ ഇരുന്നോട്ട് നിങ്ങൊന്ന് എണീച്ചിട്ട് സഹകരിക്കുക. അല്ലാഹു ഞങ്ങളെ നാളെ സ്വർഗത്തിലേക്കും എല്ലാവരെക്കാളും മുന്നേ എത്തിക്കട്ടെ. അല്ലാഹു എല്ലാവരെക്കാളും മുന്നേ ഞങ്ങൾ എത്തിക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ എത്തിക്കട്ടെ. അയാളെ നോക്കണ്ട, അയാളെ കബറിലൊക്കെ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. നിങ്ങൾ എണിച്ചിട്ട് ഇരിക്കുക. ചങ്കിക്കണ്ടാന്ന് നാണിക്കണ്ടാന്ന് അല്ലാഹ്ക്ക് എണക്കല്ല, കുമ്പോളുകാർക്കല്ല, വോളണ്ടിയർമാർക്ക് 5 പൈസന്റെ ലാഭമില്ല. അല്ലാഹ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഗതി എന്താ? മതി ഞാനെല്ലാം പിന്നെ തിരിയാവല്ലേ. ഇന്നെ ചെല്ലാൻ പോയി ഞാൻ വയൽ പറഞ്ഞപ്പോ മനസ്സിലായി. ഒന്ന് ക്ലാരിഫിക്കേഷൻ. ഇങ്ങോട്ടൊക്കെ അല്ലാഹു ഞങ്ങളെ മജ്ലിസ് ഭംഗിയാക്കട്ടെ. അല്ലാഹു ഇതിനേക്കാളേറെ ചന്തത്തിൽ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.
വോളണ്ടിയർമാർ ഒന്ന് സഹകരിക്കും. വോളണ്ടിയർമാരൊന്നുമല്ല ബാക്ക് പോയി. ശരിയാവും. ഇരിക്കും. മാഷാ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ വോളണ്ടിയർമാർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. ഒന്ന് ബാക്കിൽ പോയിട്ട് സഹകരിക്കും മതി ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ ഇത്രയെല്ലാം വിളിച്ചതിനറിഞ്ഞ് നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട്. പൊരുത്തപ്പെടണോ? വയസ്സുള്ളവരുണ്ട്, ആലിമീങ്ങളുണ്ട്, മാപ്പാക്കണോ? പിന്നെ ഞാൻ വിളിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, ഞങ്ങളെല്ലാവരും ആഖിറത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് നിങ്ങളെ ഞാൻ ചെറുതായി കണ്ടിട്ട് വിളിച്ചതല്ല. ഒന്ന്. രണ്ടാമത്, ഇത്രയെല്ലാം തമ്മെ തക്ക് ഇട്ടിട്ട് തൊണ്ട കീറിയിട്ട് വിളിക്കേണ്ടി വന്നെന്നറിഞ്ഞ വോളണ്ടിയർമാർക്ക് എണിപ്പിച്ചിട്ട് ഊന്തിയിട്ട് നിങ്ങളെ എതിർക്കാക്കേണ്ടി വന്നെന്നറിഞ്ഞ ഇത് വാലിന്റെ മജ്‌ലിസായനെ കൊണ്ടോ, ഇത് അള്ളാഹ് പൊരുത്തപ്പെടുന്ന ഇബാദത്തിന്റെ മജ്‌ലിസായതുകൊണ്ട്, ഇതൊരു കബഡി ടൂർണമെന്റ് ആയിനെങ്കിൽ, ഇതൊരു ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി ആയിനെങ്കിൽ ഒരായത്ത് പോയിട്ട് ഒരായത്തിന്റെ കണ്ടം പോലും ഓതേണ്ടി വരലായിന്. ഒരു വോളണ്ടിയറിനും ഈ കഷ്ടപ്പാട് വരലായിന്. വന്നിട്ട് ഈടെ ഇരിക്കട്ടെ, വയസ്സന്മാർ ഗോളടിക്കുന്നു നോക്കാൻ. അല്ലെന്ന് നോക്കാലോ. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ല ഫുട്ബോൾ ഗാലറിയിൽ നല്ലോടെ തല്ലി. ചോപ്പ് കാർഡ് കാട്ടിയ റെഫറിന്റെ മൂക്ക് പൊട്ടിയിട്ട് ചോപ്പ് കാറിന്റെ പുറത്തൊക്കെ വന്നു. ഇന്നലെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാട്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മഹാന്മാർ കിടക്കുന്ന നാട്. ഈ ഉമ്മത്തിന്റെ വലിയ വലിയ നേതാക്കളാണ് ഈ നേതൃത്വം. അവസാന ലാട്ടിയോടുകൂടി ഗോളടിച്ചു. കളി ഓവർ. ഇന്നലെ ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ? ന്യൂസ് ഒന്നും കണ്ടിട്ടില്ലേ? ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ? വാട്സപ്പ് ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പിന്നെ 10ാമത്തെ വാല്യൂ പോകണമെന്നില്ല, 3ാമത്തത് മതി. ഈ വാട്സപ്പ് ഫേസ്ബുക്കെല്ലാം ഉള്ളത് കൊണ്ടാണ് 10ാമത്തെ കുറച്ച് നേരാട്ട്. ഈട അതൊന്നും ഇല്ല. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂലാക്കട്ടെ. മഹാനായ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആയിരുന്നു പഠിച്ചോനെ. അതാ ഊടെ ദുനിയാവിലെ ആ പുള്ളന്മാർ അല്ലക്കാറ് ആ ചൊട്ടിയിട്ടും പിടിച്ചിട്ടും കുടിച്ചിട്ടും വലിച്ചിട്ടും എംഡിഎം വലിച്ച് അടിച്ചിട്ടും ചിരിക്കുന്ന പോലെ ആർമാദിക്കുന്ന പോലെ ഈ നാളെ ആഖിറത്തിലും അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹു ദുആയിരുന്നിട്ടാകുമ്പോ ആടെ ദുആരക്കോണം ചൊല്ലിട്ട് വന്ന നാട്ടുകാർ അതിശയിപ്പോയി. ഞാൻ കാള് തെറ്റിയാണ്, ഖത്തീബിനെ മാറ്റണം. ഇത് ഓർക്കെതിരെ ദ്വാരക്കൊണ്ടും ചൊല്ലിട്ട് ഇപ്പൊ നോക്കുമ്പോ ഓർക്ക് സപ്പോർട്ട് ആയിട്ടല്ലേ ദ്വാരത്തിനെ. ഇപ്പൊ തുള്ളിനെക്കാട്ടി ഏറെ ഡബിൾ തുള്ളൽ നാളെ ആഖിറത്തിൽ തുള്ളിക്കോണല്ല. ഇപ്പൊ 150 അടിച്ചിട്ടല്ലേ തുള്ളിക്കൊണ്ടുള്ളൂ. നാളെ ഇതിന്റെ ഡബിൾ തുള്ളിക്കോണം. എന്ന് പറഞ്ഞിട്ടാകുമ്പോ നാട്ടുകാരാകാം അന്തിരിഞ്ഞോയി. എന്ത് കഥ ഇത്? തങ്ങൾ അങ്ങനല്ല. പിന്നെ അങ്ങനെ എന്തായി? അല്ല അങ്ങനല്ല. അവർ മഹാനറുദ്വാരുന്നിട്ട് തീരേണ്ട താമസം. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നേരം ഓരോരോ ചെറുപ്പക്കാരും തങ്ങളടുത്തേക്ക് വരുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു, ഖേദിച്ചു മടങ്ങുന്നു. തങ്ങൾ ദ്വാരുന്നതിന്റെ ഉദ്ദേശം തന്നെയാണ്. പഠിച്ചോനെ ഓർ ഇങ്ങനെ ചിരിക്കാൻ വിട്ടങ്ങാവല, ഓർ ആഖിറത്തിൽ ചിരിക്കണ്ടേ, ഓർ നാളെ സ്വർഗത്തിൽ കടന്നിട്ട് ചിരിക്കണ്ടേ. അവിടെ ചിരിക്കണമെങ്കിൽ ഊടെ ഇവർ നന്നാവണ്ടേ. അതുകൊണ്ട് റബ്ബേ ഇങ്ങനെ വിട്ടങ്ങാവല, നീ നന്നാക്കണോന്നാണ് അതുവാന്റെ അർത്ഥം. അത് തിരിയാൻ കുറച്ച് പണിയുണ്ട്. ഔലിയാക്കന്മാരെ ഭാഷ എല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. പ്രത്യേകിച്ച് സൽപ്പി സുൽപ്പി എന്നെല്ലാം പറയുന്നത് അങ്ങനത്തെ അത് എല്ലാ നാട്ടിലും ഉണ്ട്. അത് ഇനിയേറും കുറച്ച് ആഖിർ സമാനാകുമ്പോ അങ്ങനെ അവർക്ക് പിന്നെ ഈ ഉറൂസും ലൈറ്റും ഇതൊന്നും കണ്ടേ കൂടാ. ഇപ്പൊ നോക്കി വേണം, നാളെ വരും വീഡിയോ കുമ്പോൾ ഉറൂസിന്റെ അനാചാരം എന്ന് പറഞ്ഞിട്ട് ആ തല നീ തലക്ക് ആ റെയിൽവേന്റെ വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ജിന്നൂരിയ മടവൂരിയ ആക്കലാനിയ ദമ്മാജിയ പോസ്റ്റ് ഇടും. ഏതെങ്കിലും ഒരു പുത്തൻവാദി അനാചാരം. എന്ത് വിഷയം? 12 ട്യൂബ്ലൈറ്റ് കത്തുന്നു. ഓന്റെ മോളെ മംഗളത്തിന് 24 ട്യൂബ്ലൈറ്റ് കത്തിന്. ഓൻ വീഡിയോ ആക്കിയിട്ടില്ല. മഹാന്മാരുടെ പേരില് മുസ്തഫ നബി തങ്ങൾ മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിനെ കാണാൻ പോയപ്പോ എല്ലാം അല്ലാഹു അലങ്കരിച്ചു. സിദ്റത്തുൽ മുൻതഹ പോലും പ്രകാശിപ്പിക്കപ്പെട്ടു. അല്ലാഹു ആദരിച്ചു. മഹാന്മാരെ ആദരിക്കണമെന്ന് അതന്നെയാണ്. അത് വാറോലല്ല, അത് ഡിങ്കന്റെ കഥയല്ല, അത് സ്വഹീഹായ ഹദീസാണ്. മഹാന്മാരെ പരിസരം അത് മുബാറക്കായ പരിസരമാണ്. അവിടെ എല്ലാ നിലക്കുള്ള ആദരവും ബഹുമാനം പോണോ. കുറച്ച് ഓവർ ആണെങ്കിൽ കൺട്രോൾ ആക്കണോ. ഉസ്താദെ ആണുങ്ങ പെണ്ണുങ്ങ പരസ്പരം കാണുന്നുമുണ്ടെന്നു അത് ഏടെ ഇല്ലാത്ത
അത് ഏടയില്ലാത്ത അത് എല്ലായിടത്തും കൺട്രോൾ ആക്കണം. പ്രത്യേകിച്ച് ഉറൂസിന്റെ ആടെ, സലാത്തിന്റെ ആടെ, മൗലിദിന്റെ മജ്ലിസില്, മജ്ലിസുന്നൂറിന്റെ മജ്ലിസില്, ഓൺലൈൻ ക്ലാസ്സില്, ഓഫ്ലൈനിന്റെ ക്ലാസ്സില്, വയല് കേൾക്കുന്ന ആടെ പ്രത്യേകിച്ചു നിയന്ത്രിക്കണോ. മംഗലത്തിന്റെ അവിടെയും അങ്ങനെ. ഉസ്താദേ ഉറൂസ് വേണ്ട, ആണ് പെണ്ണുങ്ങൾ അപ്പുറം മുണ്ടിക്കൊണ്ടും നടന്നുകൊണ്ടും ടച്ചായിക്കൊണ്ടും പോകുന്നു ഒക്കെ. അപ്പൊ പിന്നെന്താക്കുന്നപ്പോ ഉറൂസ് വേണ്ടെന്ന് വെക്ക. ശരി ശരി. നാളെ കഴിഞ്ഞിട്ട് പോലെ ഏളമാന്റെ മംഗലം യാ റഹ്മാനെ ഇന്റർനാഷണൽ ഹാളില് ആണുങ്ങ പെണ്ണിന് മുണ്ടിനെ മാത്രമല്ല എന്തല്ലോ അതിനാണ് ഓന് വിഷയേ ഇല്ല. ഓ ഒരിക്കൽ മറന്നിട്ട് പോലും വന്നിട്ട് ഉസ്താദിന്റെ ഉസ്താദേ ഇനി മംഗലേ വേണ്ട, എന്റെ ഓളുടെ ഉള്ളിൽ മുണ്ടുന്നു ആണുങ്ങ പെണ്ണുങ്ങ. ഇന്നോളം പറഞ്ഞിട്ട് സംഗതി അവിടെയും വെക്കണ്ടേ, മംഗലം വേണ്ടാന്ന്. അതിനൊരു കാര്യമുണ്ട്, മംഗലം വേണ്ടെന്നല്ല വെക്കണ്ടേ. ആഭാസങ്ങൾ കാണുമ്പോ, അനാചാരങ്ങൾ കാണുമ്പോ, തെമ്മാടിത്തരം കാണുമ്പോ, നന്മകൾ ചെയ്യുന്ന ഇടങ്ങളിൽ, മഹാന്മാരുടെ ഉറൂസിന്റെ ഇടങ്ങളിൽ, മൗലിദ് പോലെയുള്ള മജ്ലിസുകളിൽ, മംഗലം പോലെയുള്ള ആചാരങ്ങളിൽ ആഭാസങ്ങൾ കാണുമ്പോ, അനാചാരം കാണുമ്പോ, തെമ്മാടിത്തരം കാണുമ്പോ അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കണോ. അല്ലാതെ നല്ല ആചാരം ഇല്ലാണ്ടാക്കേണ്ടതല്ല, ആ അനാചാരം ഇല്ലാണ്ടാക്കാൻ നോക്കണോ. ആണുങ്ങ പെണ്ണുങ്ങ മിങ്കളാന്ന്, ഇൻക്ലൂഡാന്ന്, സ്പർശിക്കുന്നു, ദർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മംഗല ഇല്ലാണ്ടാക്കാൻ പറ്റല്ല. അതിനെ വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാം, കൺട്രോൾ ആക്കാം. ആണുങ്ങ പെണ്ണുങ്ങ കാണുന്നു, മുണ്ടുന്നു, അപ്പുറം പോകുന്നു, വരുന്നു പറഞ്ഞിട്ട് ഉറൂസ് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ നാളെ ഹജ്ജിനെ ഇല്ലാണ്ടാക്കണം ചെല്ലല്ലോ. KSRTC ബസിന്റെ 4 ടയറിന്റെയും പിന്നെ കാറ്റ് പഞ്ചറാക്കണമെന്നും പറയല്ലേ പറയണ്ടേ. ഇവിടുത്തെ മാത്രം കണ്ട മതി. KSRTC ബസ് കാണണ്ടേ, അതിൽ ആണുങ്ങൾ പെണ്ണും മുഖത്തിരിക്കുന്നില്ലേ. അതിനെന്താക്കണ്ടില്ലെങ്കിൽ പനി വന്ന് ജലദോഷം വന്ന് നിറഞ്ഞിട്ട് മൂക്കിനെ മുറിക്കണ്ട, 4 കുളിയെ മേങ്ങിയെങ്കിലേ. ജലദോഷം വന്നിട്ട് മൂക്ക് മുറിച്ചങ്ങാവോ? അതിന് പരിഹാരമാണ് മരുന്ന്, മൂക്ക് മുറിക്കാലല്ല. അനാചാരങ്ങൾ നടക്കുന്നുവെങ്കിൽ സദാചാരങ്ങൾ നിലനിർത്തുക, അനാചാരങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കമ്മിറ്റിക്കാർ, നാട്ടുകാർ, വല്ലക്കാർ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. ഇവിടെയുണ്ട് അൽഹംദുലില്ലാ. ഇത്ര ജാഗലാണുങ്ങ പെണ്ണുങ്ങണ്ട അൽഹംദുലില്ലാ. ഇത്ര കണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ? പെണ്ണുങ്ങളെ ഭാഗം നോക്കി അവിടെ ആണുങ്ങണ്ട. ഏതൊന്നും ഒരു ആചാർ പോയിട്ട് ആ പെണ്ണുങ്ങളെ നാട്ടിൽ കസാലിട്ട ഇല്ല, നിയന്ത്രിച്ചില്ലേ? ഇടീ നാടെ നിയന്ത്രിക്കണോ ഉസ്താദ്? ആ റെയിൽവേന്റെ പാലത്തിന്റെ അടിയിലെ പോകുമ്പോ കൺട്രോൾ ആക്കണോ ഉസ്താദ്? ചങ്ങായി, നിന്റെ ഭാര്യയല്ലേ, നീയല്ല മാപ്പിള, മുറ്റത്ത് പണി. എല്ലാം കമ്മിറ്റിക്കാർ നിയന്ത്രിക്കണമല്ലോ, എല്ലാം ഉസ്താദ് ചെല്ലണമല്ലോ, എല്ലാം ഞങ്ങൾ നിയന്ത്രിക്കണമല്ലോ, എല്ലാം ഉറൂസ് കമ്മിറ്റി നിയന്ത്രിക്കണമല്ലോ. പിന്നെ നിന്റെ ഭാര്യക്ക് നിനക്കെന്ത് പണിയുള്ള? നിനക്ക് പണിയൊന്നുമില്ലേ? ഓ പെരുമ്പച്ചാലാണ് അതിന്. ഇതാ നീ പോന്നല്ല നേറ്. ആണുങ്ങളോട് ജാഗ്രതായിക്കാവല്ലേ. ഒരു സുന്നത്തെടുക്കാൻ പോയിട്ട് ഹറാം എടുത്തോണ്ട് പുറക്ക് വന്നിരണ്ട, ഓളും ചെല്ലണോ? ഇതാ നിങ്ങ പോന്നല്ല നേറ്. നിങ്ങ അല്ലെങ്കിൽ ചന്തത്തിന്റെ മുദ്ദ, നിങ്ങ എന്റെ കണ്ണും കറലും. നിങ്ങളും അങ്ങനെ പോകുമ്പോഴും ജാഗ്രതാക്കിറിയാവല്ലേ. ഏതെങ്കിലും ഒരു പെണ്ണ് ഹായും ചെല്ലിയെങ്കിൽ നിങ്ങൾ ഹോയി ചെല്ലിയില്ല എന്ന് ഓളും ചെല്ലണം. എല്ലാം കമ്മിറ്റി കറിയല്ലേ, എല്ലാം ഉസ്താദിയല്ലേ. ഉള്ളിലല്ലേ നിങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആരും കയ്യെ കണ്ട. അൽഹംദുലില്ലാ, കഴിവിന്റെ പരമാവധി ഞങ്ങളെ സംഘാടകർ ശ്രദ്ധിക്കുന്നുണ്ട്. ആഭാസങ്ങളെ കാണുന്നെങ്കിൽ ശക്തമായി പ്രതികരിക്കണം. അത് എവിടെയായാലും, രാഷ്ട്രീയ പന്തലിലായാലും, അത് സനത് ദാനം നടത്തുന്ന സ്റ്റേജിലായാലും ആഭാസങ്ങൾ കാണുന്നെങ്കിൽ എതിർക്കുക തന്നെ വേണം. അത് ആലിമീങ്ങളെ കടമയാണ്, അത് ദീനിന്റെ കടമയാണ്, അത് ഉമ്മത്തിന്റെ കടമയാണ്, അത് ഈമാനാണ്. അതിന്റെ പേരിൽ ഇപ്പൊ നാളത്തെ ചോറ് കിട്ടിയില്ലെങ്കിൽ കല്ലുവല്ലി. എന്റെ കമ്മിറ്റിക്കാരെ കണ്ടിട്ട് ബായി കീറിയിട്ടില്ല, എന്നെ കണ്ടിട്ട് നിങ്ങൾ പള്ളി കെട്ടിയിട്ടില്ല, നിങ്ങളെ പള്ളി കണ്ടിട്ട് അള്ളാഹ് എന്നെ പഠിച്ചിട്ടില്ല. ഹക്ക് പോലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മൗലമാർക്ക് മാത്രമല്ല, മൗലമാർക്ക് കുറച്ച് ഏറെ. പക്ഷെ പുത്തനവാദികൾ ഇതെല്ലാം പരിഹസിക്കുമ്പോ അവരും അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണം. മലർന്ന് കിടന്നിട്ട് മേപ്പോട്ട് തുപ്പണ്ട. അല്ലാ ഓരോ സമ്മേളനം കണ്ടിട്ട് അതിന്റെ കോലം കണ്ടെങ്കിൽ
എന്നിട്ട് ഓന് കാണുന്ന മുഴുവനും കിളിപ്പാക്കുന്ന മുഴുവനും അതും ഇതും ഇങ്ങനെ നോക്കി. പണക്കാട്ട തങ്ങളെ വീടാണ് ഷിർക്കിന്റെ ഗാലറി, ഷിർക്കിന്റെ ഗോഡൌണ്. ആടെന്നാണ് ഷിർക്കിന്റെ വലിയ നൂല് മന്ത്രിച്ചു കൊടുക്കുന്നുള്ള. അതുപോലത്തെ ഒരു നൂല് ലോകത്താരും മന്ത്രിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അത്രക്കും വലിയ ഷിർക്കിന്റെ കേന്ദ്രമാണ് പാണക്കാട്ട തറവാടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടവരാണ് ഈ വഹാബികൾ, ഈ പുത്തനവാദികൾ. എന്നിട്ടിപ്പോ ഓരോ എല്ലാ ബുക്ക് പ്രകാശനാക്കാനും സമ്മേളനം ഉദ്ഘാടനാക്കാനും അതേ തൊക്കെ മറുപണോ എന്ത് നൂലിന് വർക്കത്തായ ഇപ്പൊ ശിർക്കുമാഞ്ഞാന്നല്ലേ. അങ്ങനെ വാ എന്നൊരു കാര്യം ചെയ്യും. അതിനൊരു കണ്ട മീറ്റ് കൗത്തിലേക്ക് കേട്ട് ക്ലിയറോ. നാളെ ഉറൂസിനും വരും, ക്ലിയറാവും. എന്തേ ആലിമീങ്ങൾക്ക് എന്ത് ദീനറിയില്ലേ? തങ്ങന്മാരെന്ത് തട്ടിക്കളിക്കാനുള്ള ഫുട്ബോളാ? മഹാന്മാര് നേതാക്കളും ഉമറാക്കളും എന്ന് പറയുമ്പോ അവർക്ക് എന്ത് നിലയും വലിയില്ലേ? നീ ആരെയാണ് ഈ പരീക്ഷിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ കൊച്ചാക്കുന്നത്? ആരെയാണ് നിങ്ങൾ കാഫിറാക്കുന്നത്, മുശ്രിക്കാക്കുന്നത്? ഉമ്മത്തിനെയാണോ? ശരിയല്ല, ശരിയല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ വിരല് കടിക്കേണ്ടി വരും. ജാഗ്രത, ജാഗ്രത. വേണ്ടതുപോലെ ദുആരന്നപ്പോ, മനസ്സ് തുറന്നിട്ട് സ്നേഹത്തോടെ ദുആരന്നപ്പോ പടച്ചറബ് ഉത്തരം ചെയ്തു. മഹാനരുടെ ദുആ മുഖേന, ആ പ്രവർത്തനം മുഖേന ആ തെറ്റിന് പൊട്ടിത്തെറിച്ച ബാല്യക്കാർ നന്നായി, അവർ ഈമാനുള്ളവരായി, അവർ സംസ്കാരമുള്ളവരായി, അവർക്കതാ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം നൽകപ്പെടുന്നു. നാളെ പരലോകത്ത് പോലും മതബോധമുള്ള ദീനീ ചിട്ടയുള്ള അല്ലാഹുവിനെ പേടിച്ച് നടന്ന ബാല്യക്കാർക്കാണ്, ബാല്യക്കാർത്തികൾക്കാണ് അർശിന്റെ തണല്. മറക്കണ്ട. പാരാപാരം പോലെ പരന്നു കിടക്കുന്ന മഹ്ശറ, ഭയങ്കരമായ മഹ്ശറ, നല്ലവരിൽ നല്ലവരായ നബിമാർ പോലും പേടിച്ച് പറക്കം പായുന്ന മഹ്ശറ. ആ മഹ്ശറയില് എല്ലാവരും അങ്ങനെ ഒരിത്തിരി തണലിന് വേണ്ടി പറക്കം പായുമ്പോ സുബ്ഹാനല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അവിടെ അർശിന്റെ തണലല്ലാതെ, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ, അല്ലാഹുവിന്റെ പ്രത്യേകമായ തണലല്ലാതെ അവിടെ വേറൊരു തണലില്ല. ആ തണല് എല്ലാവർക്കും കിട്ടല. ആ തണല് കൊള്ളാൻ എല്ലാരെയും അല്ല വിടല. ആ തണലുള്ളത് 8 വിഭാഗത്തിനാണ്, 7 വിഭാഗത്തിനാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി, 7 വിഭാഗത്തിനാണ് അർശിന്റെ തണല്. 7 ആൾക്കാരും ഇവിടെ പറയാൻ സമയമില്ല. അതിൽ ഒരു വിഭാഗം ആരറിയോ? അതിൽ ഒരു കൂട്ടർ ആരറിയോ? പൊന്നുപാലക്കാരാ നീയാണ്, പൊന്നുപാലക്കാർത്തി മോളെ നീയാണ്. പൊട്ടിത്തെറിച്ചതിന്റെ ആ പ്രായം, ചോരത്തളപ്പിന്റെ പ്രായം, ഏത് ആഭാസങ്ങളും ചെയ്യാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന പ്രായം. ആ പ്രായത്തില് ഹറാമിയത്ത് കാണാതെ, ഹറാമിയത്ത് ചെയ്യാതെ, അല്ല പൊരുത്തപ്പെടാത്തതിലേക്കൊന്നും പോകാതെ, നിസ്കാരാദി കർമ്മങ്ങളുമെല്ലാം നല്ല പോലെ നിർവഹിച്ച്, നാവും കണ്ണും കാതും കൽവുമെല്ലാം നിയന്ത്രിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ടാണ് നീ ജീവിച്ചതെങ്കിൽ വശാബുൻ വശാബുൻ നശഅ ഫീ അവിടെ ഷാബുൻ എന്നതിൽ ഷാബത്തുംപെട്ട് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അവന്റെ തഅത്തിലായി, അവന്റെ പേടിയിലായി, ഈമാനിലായി, കരകളഞ്ഞ ഇബാദത്തിലായി, ക്ലിയറുള്ള ഖൽബുമായി ജീവിച്ച ബാല്യക്കാരാരാണോ, ബാല്യക്കാർത്തികൾ ആരാണോ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. ബീബി നഫീസത്തുൽ മിസ്രിയ, അവർക്ക് പറയും ബീബി നഫീസത്തുൽ മിസ്രിയ, ബാല്യക്കാർത്തി പെണ്ണല്ലേ, ജന്മം കൊണ്ട് മക്കക്കാരിയല്ലേ, കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഈജിപ്തുകാരിയല്ലേ, ഇമാം ശഫീഈ തങ്ങളെ കാലക്കാരിയല്ലേ, ഈ റജബ് മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ മഹദിയല്ലേ. അർജന്റുണ്ടെങ്കിൽ ഞാൻ പോയിക്കോ. അള്ളാഹു കൂടലും പിരിയലും പൊരുത്തപ്പെട്ടവരാമലാകാം.
ആമീൻ ചൊല്ലി. അള്ളാഹു പൊരുത്തപ്പെട്ടവരമലാക്കട്ടെ. വേറൊരു അമലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ചെയ്ത അമല് ക്ലിയർ ആണോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹ് നല്ലവരായ മുഅ്മിനീങ്ങൾ കൂടിയ മജ്ലിസാണല്ലോ. നാളെ ആഖിറം രക്ഷപ്പെടാനുള്ള അമലാക്കല്ലോ. മണ്ണറയാകുന്ന ഖബർ വിശാലമാകാനുള്ള അമലാക്കല്ലോ. ഇതിന്റെ കൂലി ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചുപോയവർക്കും നീ എത്തിച്ചു കൊടുക്കല്ലോ.